ഞാൻ സൂചിപ്പിച്ചു, പകൽ പറഞ്ഞതിൻ്റെ അനിവാര്യമായ ഒരു ചുരുക്ക വിശദീകരണം തരാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം ഉദ്ധരിച്ചാണ് തുടങ്ങിയത്. ആ വാക്യം ഒന്ന് ആവർത്തിച്ചുകൊള്ളൂ. വെളിപ്പാട് 18:21. പിന്നെ ശക്തനായ ഒരു ദൂതൻ, തിരികല്ലോളം ശക്തനായ ഒരു ദൂതൻ, തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. ഒരു മഹാനഗരത്തിന്റെ നാശം പ്രവചിച്ചുകൊണ്ട് ബൈബിളിലെ ഒടുവിലത്തെ കൃതിയായ ബൈബിൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന ചിന്തകൾ ആവിഷ്കരിക്കുകയാണ്. ആ നഗരത്തോട് വളരെ വെറുപ്പുള്ള ഭാഷാപ്രയോഗങ്ങൾ ഉദ്ധരിക്കുകയാണ്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവായ മഹതിയാം ബാബിലോൺ. ആ നഗരത്തെ പരാമർശിക്കുമ്പോൾ വീണ്ടും ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ ഇത്യാദി വിശേഷണങ്ങൾ കൊണ്ട് വിശദീകരിക്കുകയാണ്. ആ ചരിത്രം പരതുമ്പോൾ നാളെയും നടക്കാനിരിക്കുന്ന ചില സംഭവഗതികളോട് ബന്ധപ്പെട്ട് ഒരു മഹാനഗരത്തിൻ്റെ പതനം എങ്ങനെയാകും റിലേറ്റഡ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ട്. അതാണ് ഇപ്പോൾ വായിച്ചത്. ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിലിട്ടു, ഇങ്ങനെ നശിപ്പിക്കും ഈ പട്ടണത്തെ. അവശേഷിക്കുന്ന ഭാഗം കൂടി വായിക്കാം. കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കുകയില്ല. ഈ മഹാനഗരത്തിൽ നിന്ന് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ അപ്രത്യക്ഷമാകും. ആ മഹാനഗരത്തെ, അതിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്ന വാദ്യക്കാരുടെ, കുഴലൂത്തുകാരുടെ, അല്ലെങ്കിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ, മനുഷ്യനെ മാസ്മരികമായ ഒരു ഉന്മാദത്തിലേക്ക് എത്തിപ്പിക്കുന്ന കലകളുടെ ആ പരിപാടികൾ ആ നഗരത്തിൽ നിന്ന് നഷ്ടമാകും. പിന്നെ അടുത്തത്, യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. നിർമ്മാണ മേഖല സ്തംഭിക്കും. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, ഇതര സ്ഥാപനങ്ങൾ, ഇവയൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, എൻജിനീയേഴ്സ്, അതിൻ്റെ നിർമ്മാണ മേഖലയിൽ ബന്ധപ്പെട്ട ഇതര ആളുകൾ, അവർ ഇനി ആ പട്ടണത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കും. ചുരുക്കത്തിൽ നിർമ്മാണ മേഖല സ്തംഭിക്കും. പിന്നെ ആ മേഖലയിൽ നിന്ന് വ്യവസായശാലകൾ, എപ്പോഴും ഇരമ്പിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഉപകരണങ്ങളുടെ ശബ്ദം. പ്രാചീനമായ ലോകത്ത് മനുഷ്യൻ തിരികല്ലുകളാണ് ധാന്യമണികൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ മനുഷ്യൻ്റെ നിത്യോപയോഗത്തിന് വേണ്ട വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ഫാക്ടറികൾ, ഇതര സ്ഥാപനങ്ങൾ സ്തംഭിക്കും. അതിൻ്റെ വാണിജ്യപരമായ ആ മൂല്യങ്ങൾ നശിക്കും. പിന്നെ വൈദ്യുതി നിലച്ചുകൊണ്ട്, വെളിച്ചത്തിൻ്റെ സ്രോതസ്സുകൾ അടഞ്ഞുകൊണ്ട് ആ നഗരം കനത്ത ദൈവശാപത്തിനും ദൈവത്തിൻ്റെ ന്യായവിധിക്കും പാത്രീഭൂതമാകുന്ന ഇടമാകുന്ന അന്തരീക്ഷം സംജാതമാകും. പിന്നെ ഈ നഗരത്തിലേക്കുള്ള ടൂറിസം സാധ്യതകളടയും ഹണിമൂൺ ട്രിപ്പുകൾ, തൽപരരായി എവിടേക്ക് പോകുന്ന ആളുകൾ, ഇവയൊക്കെ നിശ്ചലമാകും. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. പിന്നെ ഈ സ്ഥലത്ത് മുതൽ മുടക്കി ഈ മഹാനഗരത്തെ വിപുലമാക്കാൻ നമ്മെപ്പോലെ സാധാരണക്കാരല്ല, ലോകത്തിൻ്റെ വാണിജ്യ കുത്തക ഏറ്റെടുത്തിരിക്കുന്ന വ്യവസായ ഭീമന്മാർ അവിടെ നിന്ന് ഓടിയകലും. ആ സ്ഥലം ഇനി പരിഗണനയിൽ വരാതിരിക്കും. പിന്നെ വെക്കണം, ലോകം ചില പട്ടണങ്ങളെ അനുകരിക്കുകയാണ്. ലോകം ചിലയിടത്തെ നിർമ്മാണങ്ങളെ അനുകരിക്കുകയാണ്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ് മേഖലകൾ, നിർമ്മാണ സംവിധാനങ്ങൾ, ഫാക്ടറികൾ, വികസനമെന്ന് മനുഷ്യൻ പേരിട്ടിരിക്കുന്ന, തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്ന് മനുഷ്യൻ പേർ പറയുന്ന സംവിധാനങ്ങൾക്ക് ചില മഹാനഗരങ്ങളെ ലോകം മാതൃകയാക്കുകയാണ്. ഇത്തരത്തിൽ മാതൃകയാക്കുന്ന ഒരു മഹാനഗരമായി ബാബിലോണിനെ കുറിച്ച് പറയുന്നു.
നമ്മുടെ വിശദ പഠനത്തിൽ നിന്ന് ഇതെന്ത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ നഗരത്തിൻ്റെ നാശമാണ് ഒറ്റ വാക്കിൽ വെളിപ്പാട് 18:21 നമ്മൾ കണ്ടത്. പിന്നെ വായിക്കാം. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ആ ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം, സകല നീതിമാന്മാരുടെയും രക്തം, എല്ലാത്തരം കൊലപാതകങ്ങളുടെയും അടിസ്ഥാന കാരണം പ്രവാചക രക്തം, ദൈവമനുഷ്യരുടെ രക്തം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടത് ഈ മഹാനഗരത്തിലാണ്. ഈ മഹാനഗരം അങ്ങനെ ദൈവന്യായവിധിക്ക് ഹേതുവാകും. അപ്പോൾ യേശുവിൻ്റെ വരവിൽ സംഭവിക്കുന്ന ഒരു നഗരത്തിൻ്റെ നാശമാണ് ഇപ്പോൾ വായിച്ചത്. ഞങ്ങൾ ഇന്ന് പകൽ വന്നവർക്കറിയാം, ആ നഗരത്തിൻ്റെ പുരാതന ചരിത്രം തേടിയുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെയല്ലായിരുന്നോ? അതുകൊണ്ട് പകൽ വന്നവർക്കറിയാം, അത് വലിയ 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 അനുഗ്രഹമായി എന്നല്ല, അല്ലാതെ മുഷിഞ്ഞ മനുഷ്യന്. പിന്നെ നിങ്ങൾ എന്ത് കാണുവാൻ ഇന്ന് വൈകിട്ട് വന്നു എന്നുള്ളതാണ് പകൽ വന്നവരൊക്കെ. എന്നെ ആയുസ്സിൽ മറക്കാത്ത വിധം ആളുകൾ ഈ ദിവസം ഓർത്തിരിക്കുന്നു. പകലത്തെ അത്രമാത്രം വീരസമായി നടുവ് തളർന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും അവർ വന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സഭ മഹാവീണത്തിൽ കൂടി കടന്നു പോകും. കാരണം ഇന്ന് പകൽ വന്നില്ലേ നിങ്ങൾ? ഡീറ്റെയിലൊക്കെ നമുക്ക് പിന്നീട് ആഗ്രഹിക്കാം. സ്തോത്രം. അപ്പോൾ നമുക്കിനി ഇന്ന് പകൽ പറഞ്ഞതിൻ്റെ പകൽ പറയാത്തതുമായ ചിലതാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം പകൽ വന്നവർക്ക് ഒന്നുകൂടെ മുഷിയും. അവരാകപ്പാടെ അനുഭവിച്ചിട്ടിരിക്കുക. ഇനി അവരെ ഒന്നുകൂടെ വിഷമിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വന്നവർക്ക് വേണ്ടി ചിലത് പറയാം, ഇരു കൂട്ടർക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. പകൽ ഞങ്ങൾ സൂചിപ്പിച്ചു. ഈ മഹാനഗരത്തിൻ്റെ പിന്നെ ഇവിടുന്ന് വാത് കെട്ടി ബന്ധനം കിട്ട് പോരാടി വട്ടവിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഈ മഹാനഗരം ബാബിലോൺ എന്നാണ് അതിൻ്റെ പേര്. ഇതിന് പല പേരുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ബാബേൽ, ബാബിലോൺ, മെസൊപ്പൊട്ടേമിയ, പിന്നെ ഷിനാർ ദേശം, ഇങ്ങനെ പല പേരുകൾ. ആധുനിക ഇറാഖിൻ്റെ പരിസര പ്രദേശങ്ങളെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. മെസൊപ്പൊട്ടേമിയ എന്ന പേര് തന്നെ 2 നദികൾക്കിടയിലുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് വിവക്ഷിക്കുന്നത്. ആ പേര്, ആ സ്ഥലത്തിനിട്ട ആളിൻ്റെ പേര് ഹെറോഡോട്ടസ് എന്നാണെന്ന് പറഞ്ഞു. അതേ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് ഇൻഡസ് എന്ന് പേരിടുന്നതും അത് ഇന്ത്യ എന്നായി മാറുന്നതും. അതൊക്കെ ഞങ്ങൾ സന്ദർഭവശാൽ പകൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ബൈബിളിൽ കൂടിയുള്ളതാണ്. കാരണം ഉൽപ്പത്തി 10:9 മുതലുള്ള വിശദീകരണം അനുസരിച്ച് ആ സ്ഥലം പണ്ടൊരു രാജാവ് ഭരിച്ചു. ഇയാളുടെ പേര് നിമ്രോദ് എന്നായിരുന്നെന്നും ആ നിമ്രോദ് ഭരിച്ച രാജ്യത്തിന് കീഴിൽ ശിനാർ ദേശം എന്ന വിശാല സാമ്രാജ്യത്തിന് കീഴിൽ ചെറുകിട യൂണിറ്റുകളായി നിരവധി നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നെന്നും ബാബിലോണെന്നും ഇറാഖെന്നും ഒക്കെ അതിന് പേരുണ്ടായിരുന്നെന്നും ഞങ്ങൾ ബൈബിളിൽ നിന്ന് വാക്യം ഉദ്ധരിച്ച് പഠിച്ചു. മാത്രമല്ല, കുറേ നാൾ കഴിഞ്ഞ് നിമ്രോദ് കൊല്ലപ്പെട്ടെന്നും അവൻ്റെ ഭാര്യ രാജ്ഞിയായി മാറിയെന്നും ആ സ്ഥലത്ത് നിന്ന് ആൾദൈവ ആരാധനയും വിഗ്രഹാരാധനയും ഒക്കെ ആരംഭിച്ചു എന്നുമാണ് ഞങ്ങൾ പകൽ പഠിച്ചത്. പക്ഷേ നമ്മുടെ ബൈബിൾ റിലേറ്റഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ സമാന്തരമായുള്ളത് അബ്രഹാം പാർത്തിരുന്ന ഊർ പട്ടണം അവിടെയായിരുന്നു. ഊർ, ആ ഊർ പട്ടണം നാനാർ എന്ന ഒരു ചന്ദ്രദേവതയ്ക്ക് പ്രതിഷ്ഠിച്ചതായിരുന്നു. ആ പട്ടണത്തിൽ നിന്ന് അബ്രഹാം യാത്ര പുറപ്പെട്ടു വാഗ്ദത്ത ദേശമായ കനാനിലെത്തി. അബ്രഹാം എത്തിയതിൻ്റെ 14-ാം തലമുറയിൽ ദൈവം ദാവീദിനെ നൽകി. 14-ാം തലമുറയിൽ, മക്കളുടെ ആ തലമുറയിൽ, 14-ാം തലമുറയിൽ ആ ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ കാലത്ത് ആലയം പണി കഴിപ്പിച്ചു എന്നും പിൽക്കാലത്ത് ഈ രാജ്യം 2 ആയി വിഭജിക്കപ്പെട്ടെന്നും ഒടുവിൽ ഇസ്രായേൽ മക്കൾ വീണ്ടും വലിയപ്പനായ അബ്രഹാം പുറപ്പെട്ടു പോന്ന ബാബിലോൺ എന്ന മെസപ്പൊട്ടേമിയയിലേക്ക് തിരികെ പോന്നു എന്നുമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പകൽ പഠിച്ചത്. അല്ലേ? ഓർമ്മയുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയത്തിലേക്കാണ്. അപ്പോൾ ആ വിഷയം ബാബിലോൺ എന്ന വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 1:17 വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത ആരംഭിക്കാം.
മതി. ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14. അപ്പോൾ അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ട ഊർപട്ടണത്തിലെ ആ ദൈവവിളിയുടെ സംഭവം, അതിനുശേഷം 14 തലമുറ കഴിയുമ്പോൾ ബഹുദൈവ ആരാധനയുടെ തറവാട്ട് ഭൂമിയിൽ നിന്ന് ഏകസത്യ ദൈവത്തെ കണ്ടിറങ്ങിയ ഒരു മനുഷ്യൻ്റെ തലമുറയ്ക്ക് ജെറുസലേം കേന്ദ്രീകരിച്ചൊരു രാജ്യമുണ്ടായി എന്നും അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യരുണ്ടായെന്നും ഒരു സ്ഥലം വിഗ്രഹാരാധനയുടെ അടിത്തട്ടായപ്പോൾ അടുത്ത ഇടം ഏകസത്യ ദൈവത്തെ വിളിക്കുന്ന ഇടമായി മാറിയെന്നുമാണ് നമ്മൾ പറഞ്ഞത്. 2 നഗരങ്ങളെക്കുറിച്ചുള്ള ചരിത്രമാണ് ഒരർത്ഥത്തിൽ ബൈബിളിൻ്റെ ചരിത്രം, ആത്മീകമായും ഭൗതികമായും. ശാലേം രാജാവായ മൽക്കീസദേക്ക് ഭരിച്ച ശാലേം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് യെരൂശലേം എന്നാകുന്നത്. അതിൻ്റെ അർത്ഥം തുല്യമാണ്. ശാലേം അർത്ഥം സമാധാനം, ഊർ ഷാലോം അർത്ഥം സമാധാനത്തിൻ്റെ പട്ടണം. സമാധാനത്തിൻ്റെ പട്ടണമെന്ന് പിൽക്കാലത്ത് അർത്ഥം വന്ന യെരൂശലേം എന്ന നഗരം ദാവീദിൻ്റെ തലസ്ഥാന നഗരി, ദാവീദിൻ നഗരം. ആ മഹാനഗരം കേന്ദ്രീകരിച്ച് ലോകത്തിന്നും ചർച്ചാ വിഷയമാകുന്ന ഒരാരാധനാലയം തലപൊക്കി. അത് യഹൂദന്മാരുടെ ഏക ദൈവ ആരാധനാ ഇടം. കേട്ടല്ലോ? പുറപ്പെട്ടു പോകുന്ന എവിടുന്ന? ബാബിലോണിൽ നിന്ന്. ബാബിലോണിൻ്റെ ഗോഡസസിനെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരൊക്കെയാ? ബാൽദേവൻ, അത് സൂര്യനാണ്. പിന്നെ ചന്ദ്രദേവത, ധാരാളം ദേവീ ദേവന്മാരൊക്കെ ആരാധിച്ച ബഹുദൈവ ചിന്തകളുടെ കേന്ദ്രമാണ് ബാബിലോൺ. ഏകദൈവ സിദ്ധാന്തത്തിന് വേണ്ടി, ആ വിശ്വാസത്തിന് വേണ്ടി ലോകം ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്തിരുന്നതുമായ സ്ഥലമാണ് യെരൂശലേം. ഇത് 2 പ്രതീകങ്ങളാണ്. നിത്യതയിൽ ഒരു ആത്മീക ബാബിലോണിൻ്റെ നാശം കാണുന്നു, ഒരു സ്വർഗീയ യെരൂശലേമിൻ്റെ പുനഃസ്ഥാപനം കാണുന്നു. അപ്പോൾ ബൈബിൾ തുടങ്ങുന്നിടത്തുണ്ട് ബാബിലോൺ, തീരുന്ന ഇടത്തതിൻ്റെ നാശം. ബൈബിൾ തുടങ്ങുന്നിടത്തുണ്ട് ഒരു ശാലേം രാജാവ്, ബൈബിൾ പര്യവസാനിക്കുന്ന ഇടത്തുണ്ട് എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭരിക്കുന്ന ഒരു യെരൂശലേം എന്ന മഹാനഗരം. ഈ നഗരം കണ്ടുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം കണ്ടുകൊണ്ട് അബ്രഹാം യാത്ര തിരിച്ചു. അതിൻ്റെ തുടക്കം കണ്ടു 14-ാം തലമുറയിൽ ദാവീദ് രാജാവായി. ദാവീദ് രാജാവായെങ്കിലും അടുത്തൊരു വാക്യത്തിലൊരു അപകടമുണ്ട്. വായിച്ചേ. നിൽക്കെ ദാവീദ് മുതൽ അന്നൊരു ആത്മാർത്ഥയില്ല പോയത് വായിച്ചപ്പോൾ. ആ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടായിരിക്കും. മതി പുള്ളിക്കാരി ആ സ്ഥലത്തോടുള്ളൊരു വെറുപ്പ് കൊണ്ട് പതുക്കെ വായിച്ച നമ്മൾ ഗൗരവത്തിൽ എടുക്കണ്ട. ചിലരുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പതുക്കെ വായിച്ചെന്നേ ഉള്ളൂ, സാരമില്ല. അപ്പോൾ ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് പ്രശ്നമായിപ്പോയതാ. എന്താ? അബ്രഹാം പുറപ്പെട്ടു പോകുന്ന ഊർപട്ടണം അടക്കമുള്ള ആ പഴയ വിഗ്രഹാരാധനയുടെ മടിത്തട്ടിലേക്ക് അബ്രഹാമിൻ്റെ തലമുറകൾ തിരിച്ചു ചെന്നു. ചുരുക്കത്തിൽ അത്രയും കറങ്ങുന്നത് എന്തിനാ? ഇതിൻ്റെ പേരാണ് പിന്മാറ്റം. പിടികിട്ടിയോ? പിന്മാറ്റം നമ്മുടെ സമൂഹത്തിന് ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത രോഗം പോലെയാണ് പിന്മാറ്റം. കേരളത്തിലൊക്കെ നിരവധി കുട്ടികൾ ഇന്ന് വിശ്വാസ ജീവിതം വിട്ട് തിരിച്ചു പോകുന്നൊരു കാഴ്ച കാണുകയാണ്. ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് ഒരു പെൺകുട്ടി, അടൂർ മേഖലയിലുള്ളതാണ്, പുനലൂർ ഭാഗത്തുള്ളതാണ്, PYPയിലെ ആക്റ്റീവ് ഒരു സഹോദരിയായിരുന്നു. ആ പെണ്ണ് കലാപരമായിട്ടൊക്കെ വളരെ വളരെ കഴിവുള്ള കുട്ടി. വാക്യ മത്സരത്തിനൊക്കെ പോയാൽ ടോപ്പിൽ നിൽക്കുന്ന. എന്തിനവൾ ആഴ്ചയിൽ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിൽ പങ്കുകൊണ്ടു. ഞായറാഴ്ച കർത്തൃവേഷം കൈക്കൊണ്ട് തിങ്കളാഴ്ച ഒരുവൻ്റെ കൂടെ പോയി നിലവിളക്കമൊക്കെ വെച്ച് കല്യാണം കഴിച്ചു. അവളത് കഴിച്ചേച്ചാ പോയത് കർത്തൃമേശ. എന്ത് വില അതിന് കൊടുത്തേ? എല്ലാം അവൾ പോകുന്നതൊക്കെ അറിയില്ലേ? 10-12 മണിക്കൂർ വ്യത്യാസമുള്ളിൽ സംഭവിച്ചാണ്. കർവാപ്പസി വഴി പോയവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ലവ് ജിഹാദ് വഴി നമ്മുടെ കൂടെ നിന്ന് പോയ അസംബ്ലി സ്കൂളിലെ പെൺകുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തട്ടമൊക്കെ ഇട്ട് പോയിരിക്കുക. എന്താ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്?
കുറഞ്ഞ പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് പഠിക്കുന്ന ആളുകൾ വലിയ മാർമിക സത്യമൊന്നും ഗ്രഹിച്ചില്ലെങ്കിലും സത്യദൈവത്തെ വിട്ടു പോകാൻ ഇടവരാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ക്ലാസ് കൊണ്ട് ഇനി എന്തോ ചിലവ് വന്നെങ്കിലും എന്തോ ത്യാഗമനുഷ്ഠിക്കേണ്ടി വന്നാലും ദൈവമക്കളെ നമ്മുടെ തലമുറകൾ ദൈവത്തിൽ നിൽക്കാൻ ഇടവരട്ടെ. അതുമാത്രമാകണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മുടെ ഈ സ്ഥാപനത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിലുമൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. അതൊക്കെ ഒരു സത്യമാണ്. പരിമിതികളേറെ ഉണ്ടെങ്കിലും നമുക്കൊരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. ആരും പ്രസ്ഥാനത്തിൻ്റെ ഗുണമോ പ്രസംഗകൻ്റെ കഴിവോ പാസ്റ്ററുടെ ശുശ്രൂഷയുടെ സവിശേഷതയോ നോക്കിയല്ല ഇവിടെ നിൽക്കുന്നത്. അവർ പരിചയപ്പെടുത്തിയ മഹാദൈവത്തിൻ്റെ പുത്രന് അവൻ്റെ പവിത്രതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. കാലമെത്ര കഴിഞ്ഞാലും അവിടുത്തെ മഹത്വത്തിന് ഒരു കുറവും വരികയില്ല. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു പറയുന്ന ദുഷ്ടഹൃദയം നമ്മിലാർക്കും ഉണ്ടാകാൻ ഇടവരാതിരിക്കട്ടെ. കൊണ്ടൊരു വാക്യം നമുക്ക് ആമുഖമായി ബലമാകട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിത്യതയുണ്ട്, അത് മറക്കണ്ടാരും. സകല മനുഷ്യർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയം യേശുവിനോട് പറ്റിയിരിക്കട്ടെ. ധാരാളം യൗവനയുക്തരായ ആളുകളെ ഇന്ന് ഞാനിവിടെ കാണുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിത്യത നിൽക്കുന്ന യുവകേസരികളായി ഈ ഭൂമിയിലും കർത്താവിനെ സേവിക്കാൻ ഇടവരട്ടെ. തലമുറകൾ നമുക്ക് മക്കൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠകരമായ വിദ്യാഭ്യാസം യേശുവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അത് കൊടുത്തെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ മക്കൾ നല്ല തൊഴിൽ കിട്ടിയില്ലെങ്കിലോ പഠിക്കാൻ അല്പം പിറകോട്ടാണെങ്കിലോ ഒന്നും പേടിക്കേണ്ട. യേശു അവരുടെ കൂടെ ഉണ്ടോ, ഒരു ദിവസം അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഏത് പരാജയത്തിന് നടുവിലും അവർക്ക് വേണ്ടി വിജയത്തിൻ്റെ ഒരു സുദിനം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ആര് തള്ളിക്കളഞ്ഞ മണ്ഡലത്തിലും എനിക്ക് വിജയിക്കാൻ അവനൊരു വഴി തുറന്നിട്ടിട്ടുണ്ട്. ഈ വിശ്വാസത്തോടെ വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയ ആ കുട്ടികളെക്കുറിച്ച് കൂടി ഒന്ന് പഠിക്കണം. അത് ആദ്യം ഈ ദാനിയേൽ പ്രവചനത്തിലേക്ക് നമ്മൾ എത്തി. കാരണം ബാബിലോണിയ പ്രവാസമാണ് അതിൻ്റെ തുടക്കം. ഇപ്പോൾ വായിച്ച വാക്യമനുസരിച്ച് ദാവീദ് മുതൽ ബാബിലോന്യ പ്രവാസം വരെ എത്ര കാലഘട്ടം? 14 തലമുറ. അപ്പോൾ ഒരാൾ ചോദിക്കുക, എങ്ങനെ ആയിരുന്നു ഈ ബാബിലോന്യ പ്രവാസം എന്ന് ചോദിച്ചാൽ അതിന് പറയേണ്ട ഉത്തരമാണ് ദാനിയേൽ പ്രവചനത്തിൽ കിടക്കുന്നത്. അതും വെളിപ്പാട് പുസ്തകം സമന്വയിപ്പിച്ചാൽ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളും വസ്തുതകളും നമുക്ക് പഠിക്കാം. ആ വഴിക്ക് പോയാലോ? സന്തോഷമാണോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ പറയാം. ഒരു ഉപദേശം ഇവിടെ നിന്ന് ഏതാണ്ടൊക്കെ പറയുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. കേരളത്തിൽ നിന്നൊരു ദിവസം വന്നു, പുള്ളിക്കാരൻ ഏതാണ്ടൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അത്രയും അത് മതി. അത് തന്നെ ധാരാളം കാര്യം മതി, ധാരാളം മതി. നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ബാക്കിയിലേക്ക് പോകാം. ദാനിയേൽ പ്രവചനത്തിലേക്ക് പോന്നു. ദാനിയേൽ 12 അധ്യായങ്ങളാണ്. പകൽ പറഞ്ഞതുപോലെ അതിൻ്റെ ഔട്ട്ലൈൻ ഞാനെന്ന് പറയുകയാണ്. ദാനിയേൽ അധ്യായം 1 എന്ന് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. അതിൻ്റെ ഉള്ളടക്കം ഞാൻ മിണ്ടായിരുന്നോണം, ഒരു പ്രശ്നം ഉണ്ടാക്കല്, ആരും കഷ്ടം വരുത്താതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നേ. ഇവനിവിടെ വന്നാണല്ലോ പ്രശ്നം ഉണ്ടാക്കി, അവനെ മാറ്റിയിരുത്തിയപ്പോൾ. പിന്നെ അവിടെ പോരാടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ശാന്തരായിരുന്നവരെ കൂടെ ഇളക്കുക. പോട്ടെ, ഇപ്പോൾ അവൻ ശാന്തനായപ്പോൾ അടുത്ത ആൾ തുടങ്ങി ഇങ്ങോട്ട് ശ്രദ്ധിച്ച് എല്ലാവരും. അപ്പോൾ അവൻ നമ്മുടെ ഒരു പഴയ പരിചിതനാണ്, സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാനിയേൽ ചാപ്റ്റർ 1, ഇസ്രയേൽ മക്കൾ ബാബിലോണിൽ, ദി ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ഇസ്രയേലൈറ്റ്സ്. ദാനിയേൽ ചാപ്റ്റർ 2, അധ്യായം 2. നെബുക്കദ്നേസർ രാജാവിൻ്റെ അർത്ഥഗർഭമായ ഒരു സ്വപ്നം. എക്സ്പ്ലനേഷൻ പിന്നെ തരാം. ദാനിയേൽ 3, ദൂരാസമഭൂമിയിൽ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബം, അനുബന്ധമായി തീച്ചൂള. ദാനിയേൽ അധ്യായം 4, ആകാശത്തോളം എത്തുന്ന ഒരു വൃക്ഷത്തിൻ്റെ ദർശനം. ഇത് ദാനിയേൽ കാണുന്ന ഡാനിയേൽസ് ഡ്രീം ഓർ വിഷൻ. ദാനിയേൽ ചാപ്റ്റർ 5, അത് ബേൽശസ്സർ രാജാവ്, അതായത് മുമ്പേ പറഞ്ഞ നെബൂഖദ്നേസറുടെ പേരക്കിടാവ്,
അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം. അദ്ദേഹം നടപ്പിലാക്കി ബേൽസസറിൻ്റെ സ്വപ്നമല്ല, ബേൽസസറുടെ വിരുന്ന്. ആ വിരുന്നിനൊടുവിൽ മഹത്തായ ബാബിലോൺ സാമ്രാജ്യം തകരുന്നു. അവിടെ നിന്ന് പുതിയൊരു സാമ്രാജ്യം ഉടലെടുക്കുന്നു. 6 ആ പുതിയ സാമ്രാജ്യം കാണുന്നത്. ദാനിയേൽ 6. പേർഷ്യൻ, മീഡോ പേർഷ്യൻ സാമ്രാജ്യം. 2 രാജ്യങ്ങളുടെ കോർഡിനേഷനാണ് ഈ മീഡോ പേർഷ്യ. മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉദയം. അധ്യായം 7. തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന 4 മഹാമൃഗങ്ങളുടെ ദർശനം. അധ്യായം 8. ഒരാട്ടുകൊറ്റൻ, ഒരു കോലാട്, ഇവയുടെ ദർശനം. ദാനിയേൽ 9. 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം, ഒരു ദർശനം. ദാനിയേൽ 10. ശക്തനും ബലവാനുമായ ഒരു ദൂതൻ്റെ രംഗപ്രവേശം. ദാനിയേൽ 11. ദുരുപായമുള്ള, വക്രബുദ്ധിയുള്ള, കണ്ണിങ്ങായ ഒരു ഭരണാധികാരിയുടെ രംഗപ്രവേശം, അവൻ്റെ പരാജയം. ദാനിയേൽ 12. ദൈവമക്കളുടെ വിശ്രാമം, ദൈവത്തിൻ്റെ ഇടപെടൽ. വളരെ എളുപ്പമാണ്, ഞാൻ ആവർത്തിക്കുന്നു ഒന്നുകൂടി. ദാനിയേൽ ചാപ്റ്റർ 1, ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ. അധ്യായം 2, നെബൂഖദ്നേസറുടെ സ്വപ്നം. അധ്യായം 3, സ്വർണബിംബം. അധ്യായം 4, ആകാശത്തോളമെത്തുന്ന വൃക്ഷത്തിൻ്റെ ദർശനം. അധ്യായം 5, ബേൽശസ്സറുടെ വിരുന്ന്, ബാബിലോണിൻ്റെ പതനം. അധ്യായം 6, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉദയം. അധ്യായം 7, തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ. 8, ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും. 9, 70 ആഴ്ചവട്ടം. 10, ബലവാനായ ഒരു ദൂതൻ്റെ രംഗപ്രവേശം. ഇത് പകൽ വന്നവർക്ക് പ്രയോജനപ്പെടാം. ഒരു കാര്യം, വെളിപ്പാട് 10 ഇതുപോലെ തന്നെയുള്ള ഒരധ്യായമാണ്. ദാനിയേൽ 10 വെളിപ്പാട് 10 ഒരുപോലെയാണ്. ദാനിയേൽ 11, എതിർക്രിസ്തു അഥവാ വിക്രമനായൊരു രാജാവ്, ഉപായബുദ്ധിയുള്ള ഒരു രാജാവ്, ആൻഡാ ക്രൈസ്റ്റ്. അതാണ് ചാപ്റ്റർ 11. ചാപ്റ്റർ 12, ദൈവമക്കളുടെ വിശ്രാമം, ദൈവത്തിൻ്റെ പ്രതിഫലം, ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം, ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് ഡാനിയേൽ ചാപ്റ്റർ 12. ഇവിടെയൊക്കെ മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ എളുപ്പമാണ്. ഉദ്ദേശിച്ചതിനേക്കാൾ കാര്യങ്ങൾ എളുപ്പമായിട്ട് വരിക. അപ്പോൾ 12 അധ്യായം വരെ നമ്മളെത്തുന്നു. അപ്പോൾ ചാപ്റ്റർ 1 നമ്മളെത്തിക്കഴിഞ്ഞു. അധ്യായം 1 ഇസ്രായേൽ മക്കളെ ബാബിലോണിൽ കൊണ്ടുവന്നു. ഇസ്രായേൽ മക്കളിൽ രാജസന്തതികളിൽ കുലീനന്മാരായ ആളുകളെ ബാബിലോണിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെയും ജനാവലിയെ ധാരാളമായി അടിമകളായി കൊണ്ടുവന്നെങ്കിലും കൊട്ടാരത്തിലേക്ക് ജോലിക്കെടുത്താരാ? രാജസന്തതികളിൽ കുലീനന്മാരായി ബുദ്ധിശക്തിയുള്ള പഠിപ്പുള്ള കുട്ടികളെ എവിടെ എടുത്തു? രാജാവ് കൊട്ടാരത്തിൽ. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം പിടിച്ചുകൊണ്ട് പോകാമെന്ന് കൂട്ടിക്കോ വേറൊരു രാജ്യത്തിലേക്ക്. ഇതിൽ വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളൊക്കെ ചെല്ലുന്ന രാജ്യക്കാർ അവരുടെ നാടിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് പ്രയോജനപ്പെടുത്താൻ ജോലിക്കെടുക്കുകയില്ലേ? നമ്മൾ പാസുമാരുടെ കാര്യം അപ്പോഴും ഗതികേടാവും. നമ്മൾ ഇവിടെ നിന്നുകൊണ്ടൊക്കെ പ്രസംഗിക്കും, വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ വന്നത്. നമ്മളെ എങ്ങാണ്ട് പട്ടാളത്തിലെടുക്കാൻ പോകണോ? കളക്ടറാക്കാൻ പോകണോ നമ്മളെ? അങ്ങനെ ആരും പാസുമാർ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കരുത്. ഓലൊക്കെ എടുക്കേണ്ടത്, നമ്മളതങ്ങ് പറഞ്ഞ് വിട്ടേക്കണം. പുള്ളി എന്തെങ്കിലും പറഞ്ഞോട്ടെ. എത്രയോ അബദ്ധം നമ്മൾ പറഞ്ഞിരിക്കുന്നു. ആ കൂടെ ചെറിയൊരബദ്ധം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ധീരനായ വീരപ്പനായിരുന്നു, അവിടെ ഒത്തേറെ കാര്യങ്ങൾ ചെയ്തു, വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഈ മുംബൈയുടെ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഇവൻ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവനോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ സ്വസ്ഥതയോടെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. വേറെ വിഷയമൊന്നും അതിനകത്തില്ല. അതിൻ്റെ തെളിവാണ് എസക്കേൽ പ്രവാചകൻ. അങ്ങനെ പുരോഹിതനായിരുന്നു അവിടെ. യെരുശലേമിലെ പുരോഹിതൻ ബാബിലോണിൽ അടിമയായി ചെന്നപ്പോൾ അവിടകം വേണ്ടി കറക്കും ധൂവക്കുറ്റിയൊന്നും വേണ്ടാർക്കും. അവനെ കൊണ്ട് എവിടെ ഇട്ടു? കഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം തൊഴിലെടുക്കാൻ ഈ കൊട്ടാര വളപ്പിന് പുറത്തെ കഠിന ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇട്ടു. ഇവിടെയൊക്കെ അവസ്ഥ കേരളമോ ഇന്ത്യയൊക്കെ ആയതുകൊണ്ട് ഇവിടെ അങ്ങ് നിൽക്കുന്ന പിടികിട്ടിയോ? വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളെല്ലാം എങ്ങോട്ടെടുത്തു? കൊട്ടാരത്തിനകത്ത് ജോലിക്ക്.
അതിലൊരാളുടെ പേരാണ് ദാനിയൽ. ഓക്കെ, ശദ്രക്ക്. ഈ ചന്ദ്രക്ക് എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ ഒരാളില്ല ബൈബിളിൽ. ശദ്രക്ക് എന്ന് പറയണം. ഓക്കെ, മേശക്ക്, പിന്നെ അബേദ് നെഗോ ഒക്കെ ദേവന്മാരുടെ പേരാണ്. ഇവരെല്ലാം അകത്തെടുത്തു. ആ കുട്ടികൾ ബാബിലോണിലേക്ക് അഭയാർത്ഥികളായി ചെല്ലുന്നതിൻ്റെ ആദ്യഘട്ടമായി രാജാവ് അവരുടെ പേര് മാറ്റിയിട്ടു. പേര് മാറ്റിയിടുന്ന എന്തിനാ? ചില പേരുകൾ നമുക്ക് വിളിക്കാൻ പാടാ ചില സ്ഥലങ്ങളിൽ, ശരിയല്ലേ? ചിലരുടെ പേര് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ചില ആളുകളുടെ പേര് ഇപ്പോഴും നമുക്കറിയില്ല. അവൻ്റെയോ നമ്മുടെയോ കുഴപ്പമല്ല, നമ്മുടെ നാക്കിന് വഴങ്ങോ? വഴങ്ങുകയല്ല. ഓരോ സ്റ്റേറ്റിനനുസരിച്ചാണ് ആളുകൾ പേരിടുന്നത്, ശരിയല്ലേ? നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ബിജു എന്ന് പേരുള്ള ഒരു സായിപ്പിനെ കണ്ടിട്ടുണ്ടോ? സുമേഷ് കണ്ടിട്ടുണ്ടോ? ഞാനിതുവരെ ശോശാമ എന്ന് പേരുള്ളൊരു മദാമ എൻ്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. മദാമ്മമാരെ ഒത്തിരി കണ്ടിട്ടുണ്ട്, ലീലാമേന്നോ കുഞ്ഞമ്മേന്നോ. ഇന്നൊരു മിഷണറി നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, പേര് സന്തോഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. നമ്മുടെ സന്തോഷം വിളിക്കാൻ അവനോട്ട് പറ്റത്തുമില്ല. അതാ വേറെ വിഷയം. നമ്മളാ ഉച്ചാരണത്തിൻ്റെ പ്രശ്നം വഴങ്ങി വരത്തില്ല. അതുകൊണ്ട് വഴങ്ങി വരുന്നൊരു പേരം കിട്ടും. എല്ലാവരും അടുത്ത് ഇപ്പോൾ എന്തെങ്കിലും അങ്ങ് വിളിച്ചോട്ടെ. കാരണം ഇപ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്, നമുക്കെല്ലാം പേരിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വിളിക്കാനാണോ? നമ്മളാരും ഇന്ന് വരെ നമ്മളെ നമ്മുടെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടോ? പോൾ പാസ് രാവിലെ എണ്ണിക്കുമ്പോൾ പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഞാനെൻ്റെ പ്രിയപ്പെട്ടൊരു സത്യം പറയാം, ഞാൻ ഇന്ന് വരെ എന്നെ അനിൽ കൊടുത്തോട്ടോന്നോ അനിലെന്നോ ചേട്ടാന്നോ അച്ചാന്നൊന്നും ഞാനിതുവരെ എന്നെ വിളിച്ചിട്ടില്ല. പാസേന്ന് പോലും ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. അത് പരമാർത്ഥമാണ്. ചുരുക്കത്തിൽ ഇതാരാ? വല്ലവനും വിളിക്കാനാണ് നമുക്കൊരു പേര്. ഇനി പേരുണ്ടായിട്ടും ഈ സ്ത്രീകൾ നമ്മളെ വിളിക്കുന്നത് എങ്ങനെയാ? ഷേ കേട്ടോ എന്നേ, ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ പേരുണ്ടായിട്ട് എന്താ കാര്യം? പോട്ടെ. അപ്പോൾ ഈ പേര് വരെ മാറ്റിയിട്ടു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവരടുത്ത് എന്തെങ്കിലും ആയിപ്പോട്ടെ, പേരല്ലേ, എന്തെങ്കിലും അങ്ങ് വിളിച്ചോട്ടെ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കളി മാറി. അവരുടെ ഭക്ഷണ രീതി മാറ്റി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മാറ്റി. അവരുടെ ആരാധനാ രീതി മാറ്റി. സാധാന്യമായൊരു തന്ത്രം. ആദ്യം ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച അർത്ഥഗാംഭീര്യമുള്ള പേരുകൾ മാറ്റി. സർവശക്തരൻ്റെ ന്യായം എന്നൊക്കെ അർത്ഥം വരുന്ന മഹത്തരമായ പേരാ ദാനിയൽ. അപ്പോൾ ദാൻ അതിൻ്റെ അർത്ഥം ന്യായം, ഏൽ അർത്ഥ സർവശക്തൻ, സർവശക്തനാണ് എൻ്റെ ന്യായം. ഈ പേരൊക്കെ ആ രാജ്യത്തിലെ ദേവഗണങ്ങളുടെ പേരിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് ദൈവമുള്ളൊരു ജനതയുടെ ദൈവികമായ ബോധത്തിൻ്റെ ആഴങ്ങളെ തകർക്കാൻ ശത്രുവിട്ട പദ്ധതി ഘട്ടം ഘട്ടമായി കയറി വരുന്ന കാഴ്ച കണ്ടു. ആദ്യം പേര് മാറ്റി. രണ്ടാമത് അവന് യോഗ്യമല്ലാത്ത നിഷിദ്ധമായ ഭക്ഷണക്രമങ്ങൾ അവലംബിച്ചു. മൂന്നാമത് ആരാധന മാറ്റി. ദൂരാസമഭൂമിയിൽ ഒരു ബിംബം വെച്ചു, അതിനെ ആരാധിക്കണം. ഇപ്പം കണ്ടോ ബാബിലോണ്യ പ്രവാസത്തിൻ്റെ കാഠിന്യം അവിടേക്ക് കൊണ്ടുവന്നു. അടുത്ത ഘട്ടം, ഈ കുഞ്ഞുങ്ങൾ അന്ന് ചെറുത്ത് നിന്നു. ഏതിനാ? ആഹാര രീതി മാറ്റിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു വേണ്ട, പേര് മാറ്റിയത് പോകട്ടെ, കാരണം അത് പബ്ലിക്കിന് വിളിക്കാനുള്ളതല്ലേ, കമ്മ്യൂണിക്കേഷൻ ഉള്ളതല്ലേ, അത്രയും അതിന് അർത്ഥമുള്ളൂ. പക്ഷെങ്കിൽ ആഹാര രീതി മാറ്റിയ നിമിഷം മുതൽ അവർ പ്രതികരിച്ചു. അല്ലയോ രാജാവേ, ഈ വിശിഷ്ട ഭോജ്യം കഴിച്ച്, ഈ സ്വാദുഭോജനം ആസ്വദിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കില്ല. അവിടെ മുതൽ ഒരു ദൃഢനിശ്ചയം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായി. അപ്പോൾ അതിലേക്കൂടെ വരാം. കുഞ്ഞുങ്ങൾ പറഞ്ഞു, രാജാവ് കൊടുത്ത രാജകീയ ഭോജനം വേണ്ടെന്ന് വച്ചിട്ട് ശാഖപദാർത്ഥം, വെജിറ്റബിൾ കട്ട് ചെയ്തതും ചിലതരം പയറുൽപ്പന്നങ്ങളും ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണം, അതാണ് ആ കുഞ്ഞുങ്ങൾ കഴിച്ചത്. സ്വാദുഭോജനം ആസ്വദിച്ചില്ല രാജാവ് കൊടുത്ത്. അന്യരാജ്യത്ത് ചെന്നവർ ഭക്ഷിച്ചു പോരുന്ന ഈ ആഹാരം കഴിക്കുന്നത് തെറ്റാണോ? അതിൻ്റെ ശരിതെറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഈ കുട്ടികളോടൊപ്പം രാജാവേ, നീ ഉണ്ടാക്കിയ വീഞ്ഞ്, നിൻ്റെ രാജ്യത്ത് കിട്ടുന്ന വീഞ്ഞ് കഴിച്ചു, ഈ ഭക്ഷണം കഴിച്ചു, ഞങ്ങളെ തന്നെ
അശുദ്ധരാക്കില്ല എന്ന് പറയാൻ ഇവിടുന്ന് എത്ര പേര് തയ്യാറുണ്ട് ഇതിനൊപ്പം നിൽക്കാൻ? നിങ്ങളെല്ലാം ഉണ്ടോ? ഉണ്ടോ? അവൻ്റെ ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ മനസ്സുള്ളവരുണ്ടോന്ന്? ആ, കൊള്ളാം. ചിലരിവിടെ മിണ്ടാതിരുന്നു, ചിലർ വാചാലയോടെ പറഞ്ഞ് വേണ്ടെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരിന്ന് കൈകാര്യം ചെയ്തിട്ടേ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഓരോ അവസരം കൊണ്ട് നിങ്ങൾക്ക് തരിക, ഈ ഭക്ഷണം കഴിക്കണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? പെണ്ണുങ്ങൾ മിണ്ടായിരിക്കുന്നുണ്ടോ? എന്നാൽ പോട്ടെ. സഹോദരന്മാരും മിണ്ടായിരിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം. എന്നാന്നറിയോ? ഈ സഹോദരന്മാർക്ക് കിട്ടുന്ന കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പണ്ട് പോലെ അങ്ങനെയാണ്, സ്ത്രീ തന്നു ഞാൻ കഴിച്ചെന്നു, അത്രേ ഉള്ളൂ. ഇത് പ്രിപ്പയർ ചെയ്യാനെന്ന് അവർക്ക് അതിനകത്ത് ശ്രദ്ധയൊന്നുമില്ല. സ്ത്രീ തന്നു ഞാനങ്ങ് കഴിച്ചു, എന്നാ കുറ്റം? ഒരു വിഷയമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല, ഈ കുട്ടികൾ ഇവിടേക്ക് വരും മുമ്പ് രാജാവ് ആ രാജ്യമൊരുക്കിയ ഒരു സുഖസൗകര്യങ്ങളുടെ ആ സംവിധാനം ഞാൻ പറയാം. ഒരുത്തനും ഈ രാജ്യം ഇനി ഇട്ടിട്ട് പോകാത്ത വിധം ആഡംബര പൂർണ്ണമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും ഇവർക്ക് കൊടുത്തുകൊണ്ട് നാളെ ഒരാൾ തിരികെ ഇസ്രായേൽ മക്കളായി തിരികെ ചെന്ന് ഏകസത്യ ദൈവത്തിനെ ആരാധിക്കുന്ന നാട്ടിലേക്ക് ചെന്ന് ആരാധന തുടരാതിരിക്കാൻ കഴിയും വിധം അവർ അന്തരീക്ഷമാകെ മാറ്റിക്കളഞ്ഞു. അതിന് വേണ്ടുന്ന സുഖകരമായ കാലാവസ്ഥ നെബൂഖദ്നേസർ രാജാവും ഈ പറയപ്പെടുന്ന ബാബിലോന്യ സാമ്രാജ്യവും ചെയ്തു വച്ചു. അത് ഞാൻ വേഗത്തിൽ ഒന്ന് വിശദീകരിക്കുന്നു. രാജാവ് തനിക്കൊരു തലസ്ഥാന നഗരി പണി കഴിപ്പിച്ചു. ആ തലസ്ഥാന നഗരിയിലെ മനോഹര കൊട്ടാരത്തിലാണ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമാരെ ദാനിയേൽ ഉൾപ്പെടെയുള്ള ആളുകളെ പാർപ്പിച്ചത്. രാജാവ് തനിക്ക് പണി കഴിപ്പിച്ച രാജധാനി, ആ ബൃഹത്തായ പട്ടണം യൂഫ്രട്ടീസ് നദിയുടെ തീരത്തായിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെന്ന് പറഞ്ഞാൽ പോരാ, നദിക്ക് അക്കരയും ഇക്കരയുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മനോഹര പട്ടണം. ആ പട്ടണത്തിൻ്റെ വിസ്തൃതി 14.5 മൈൽ നീളമാണ്, 14.5 മൈൽ വീതിയാണ്. ഏകദേശം 15 കുട്ടിക്കോ കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് ഞാൻ കൃത്യത പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ 60 മൈൽ സമചതുര ചുറ്റളവുള്ള ഒരു മനോഹര നഗരം. 14.5 മൈൽ നീളം, 14.5 മൈൽ വീതി, ഏകദേശം 60 മൈൽ, 58 മൈലോ മറ്റോ വിസ്തൃതിയുള്ള സമചതുരമുള്ള ഒരു പട്ടണം. ഈ പട്ടണത്തിന് ചുറ്റും ഇത്രയും വിസ്തൃതിയിൽ 84 അടി തിക്നെസ്സിൽ, ഏകദേശം 60 അടി ഉയരത്തിൽ, പല കണക്കുകളുണ്ട്, അത് കിട്ടാവുന്ന വിശ്വസനീയമായൊരു കണക്കാണ് ഇപ്പോൾ പറഞ്ഞത്. 84 അടി തിക്നെസ്സിൽ 60 അടി ഉയരത്തിൽ ഒരു പടുകുറ്റൻ മതിൽ. ഈ മതിലിൻ്റെ മീതെ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഹൈവേ പോലെ വിസ്തൃതിയായിരുന്നു. ഇതിനു മീതെ നിശ്ചിത ഇടങ്ങളിൽ ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു രാജാവ്. ഈ ഗോപുരങ്ങളിൽ ആളുകളെ പാർപ്പിച്ചിരുന്നു. ദൂരത്ത് നിന്ന് വരുന്ന ശത്രുക്കളുടെ സാന്നിധ്യം മണത്തറിഞ്ഞു അത് സംബന്ധിച്ച ആലോചന അകത്ത് കൊടുക്കാൻ കഴിയും വിധം ചാരപ്പടകളെ ആക്കിയിരുന്നു. കണ്ണാടികളും ലെൻസുകളും വെച്ച സുഷിരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ദൂരത്തു നിന്ന് വരുന്ന യാത്രികരെ പോലും അടുത്ത് കാണാൻ കഴിയും വിധമുള്ള പൗരാണികമായൊരു സംവിധാനം. എപ്പോഴും ജാഗരൂകരായി നടക്കുന്ന ബാബിലോന്യ പട്ടാളം ഇതിന് മീതെ കൂടി. വിസ്മയകരമായ സുരക്ഷിതത്വമുള്ള ഒരു കോട്ട. ഇതിൻ്റെ പേരാണ് ബാബിലോന്യ കോട്ട. ബാബിലോന്യ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ 100 വാതിലുകൾ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 100 വാതിലിൽ ഒരെണ്ണമേ ഒരു ദിവസം തുറക്കൂ. അതേതെന്ന് നമുക്കറിയില്ല. സുരക്ഷിതത്വം പരിഗണിച്ച് ഇന്ന് തുറക്കുന്ന വാതിൽ നാളെ തുറക്കില്ല. ഈ 100 വാതിൽ കൂടാതെ പ്രധാനപ്പെട്ടൊരു വാതിലുണ്ട്.
ആ വാതിലിൻ്റെ പേര് ഗോൾഡൻ ഗേറ്റ്, സുവർണവാതിലെന്നും. സുവർണവാതിൽ വേറൊരെണ്ണമുണ്ട് യെരുശലേമിൽ, ഇതല്ല. ഈ വാതിൽ അറിയപ്പെട്ടത് ഇഷ്ടാർ ഗേറ്റ് എന്ന പേരിലായിരുന്നു. എങ്ങനെയാ? ആ പേരൊരു സ്ത്രീയുടെ പേരാണ്. നിമ്രോദിൻ്റെ ഭാര്യയായ സെമീറാമിസിൻ്റെ മറ്റൊരു പേരാണ് ഇഷ്ടാർ. ഈ വാതിലിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ആ വാതിൽ മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, മനുഷ്യൻ വലിച്ചാലും തുറക്കില്ല. സ്പ്രിങ് ആക്ഷനുള്ള കഥയാണ്. അത് താമ്ര നിർമ്മിതമാണ്, ഇരുമ്പോടാമ്പലുള്ളതാണ്. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിച്ച് മാത്രം തുറക്കുന്ന ചെയിൻ ഘടിപ്പിച്ച ഒരു തരം വാതിൽ. അതും തുറക്കാറില്ല, തീരെ തുറക്കാറില്ലെന്നല്ല, ആണ്ടിൽ 4-5 തവണ. ദേശീയ ഉത്സവങ്ങളിൽ, ദേവന്റെ പെരുന്നാളുകളിൽ, ദേവിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാത്രം തുറക്കുന്ന വാതിലാണ് ഇഷ്ടാർ ഗേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ദൂരെ നിന്ന് ഒരാൾ നോക്കിയാൽ എപ്പോഴും എല്ലാ കഥകളും അടഞ്ഞു കിടക്കും. ഇത്രയും സുരക്ഷിതത്വമുള്ള ഒരിടം അക്കാലത്ത് വേറൊന്നുമില്ല. പക്ഷെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിനകത്തൊന്ന് കിടക്കണ്ടേ? കിടക്കണോ? വേണം. കടക്കണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഏകാഭിപ്രായമാണ്. നമ്മൾ കടക്കുകയും ചെയ്യും. കാരണം നമ്മൾ മലയാളികളാണ്. ആരുടെയെങ്കിലും കാല് പിടിച്ചൊരു സ്ഥാപനത്തിൽ കയറും, ആ കയറ്റുവനെ ആദ്യം അവിടുന്ന് മാറ്റും, കളിച്ചു പിടിച്ച് അവസാനവും നമ്മുടെ കയ്യിലിരിക്കും. ഇതെന്തോ കഴിവാന്നൊരു പിടിയില്ല അല്ലേ? വല്ലാത്തൊരു കഴിവുള്ളൊരു സമൂഹമാണ് നമ്മളല്ലേ. ആ, ചുരുക്കി പറഞ്ഞാൽ നമുക്കിതിനകത്ത് കിടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വഴി അള്ളിപ്പിടിച്ച് കയറുക, അതൊന്നും വേണ്ട. കാരണം ഈ മതിലിലേക്ക് അള്ളിപ്പിടിച്ച് കയറുമ്പോഴാണ് വേറൊരു കുരുക്ക്. ഈ മതിലിനോട് ചേർന്ന് അല്പം അകത്തു മാറി മറ്റൊരു ചെറുമതിൽ. ആ വൻമതിലും ചെറുമതിലും തമ്മിൽ ഒരു നിശ്ചിത അകലം. അകലം ഫില്ല് ചെയ്യുന്നത് വൻമതിൽ നിന്ന് ചെറുമതിലേക്ക് തിരികെ പല കളങ്ങളായി ഇങ്ങനെ മതിൽ കെട്ടി പല കള്ളികൾ. കള്ളികളെന്ന് ഞാൻ സൗകര്യമാരെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പക്ഷേ അത് കേട്ടതേ വിഷമിച്ചു പോയി, മോശമായിപ്പോയല്ലോ എന്ന്. കള്ളികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാ? വൻമതിൽ നിന്ന് ചെറുമതിലിലേക്ക് ചെറിയ ചെറിയ കളങ്ങൾ, കോളങ്ങളാണ്. അതിൽ അടിമകളെ നിർത്തി ചക്രം ചവിട്ടി കറക്കി പലയിടങ്ങളിൽ വെള്ളം ശേഖരിച്ച് അത് താഴേക്ക് വന്ന് സംഗമിക്കാൻ പറ്റിയ കുളങ്ങളാണ്. അതിൽ മുഴുവൻ മുതലകളാണ്. ഒരാൾ ചോദിച്ചു, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എങ്ങാനും വീണാൽ എന്ത് ചെയ്യും? വീണാൽ പിന്നെ വല്ലതും ചെയ്യേണ്ടി വരും. ഒന്നും ചെയ്യാനുള്ള നേരം കിട്ടൂല. മുതല ഫിനിഷ് ചെയ്ത് കളയും. ഒന്നും പേടിക്കണ്ട. മുതലക്കുളങ്ങൾ, ഭയജനകമായ അന്തരീക്ഷം. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ഒറ്റ വഴിയുള്ളൂ, ഇഷ്ടാർ ഗേറ്റ് തുറക്കുന്ന സമയം നോക്കി ചാടിക്കറിക്കണം. ഇഷ്ടാർ ഗേറ്റ് തുറന്നു. നാം അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ വളവും തിരിവുമില്ലാതെ നിവരേ കിടക്കുന്ന ഒരു വഴിത്താര. അത് ചുണ്ണാമ്പ് കല്ലുകൾ വെട്ടിയെടുത്ത് പാകപ്പെടുത്തി ടൈൽസ് പോലെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് ഭൂമിയിൽ. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരേ വലിപ്പത്തിൽ. റോഡിൻ്റെ രണ്ടോരത്തും ഫലദായകങ്ങളും തണൽ തരുന്നതുമായ മനോഹര വൃക്ഷങ്ങൾ. ആ വൃക്ഷത്തിൻ്റെ തലപ്പുകൾ, മുകൾ ഭാഗം, മരങ്ങൾ, ആ ചില്ലകൾ പരസ്പരം മുട്ടി ഉരുമി നിൽക്കുന്നത് കൊണ്ട് അകത്തുകൂടി പോകുന്ന ആളിന് ഒരു ഗുഹയിലൂടെ പോകുന്ന പ്രതീതി. സുരക്ഷിതത്വമുള്ള ഇടം, നല്ല കുളിർമയുള്ള കാറ്റ്, മരുഭൂമിയിൽ വിവരിക്കാനാവാത്ത ഒരു മനോഹര സ്ഥലം. പോകും വഴിക്ക് മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, മനോഹര വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സുഖദായകമായ ഒരു കാലാവസ്ഥ. ഇതാണ് സിറ്റി ഓഫ് ബാബിലോണിൻ്റെ ഉള്ളിലെ ഏകദേശ ചിത്രം. ഇങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്ത് നമ്മൾ ചെല്ലുമ്പോൾ ഇതാ നഗരത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്നു യൂഫ്രട്ടീസ് നദി. പകൽ ഞാനതൊക്കെ പറഞ്ഞു, യൂഫ്രട്ടീസിനെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ. ഈ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ അക്കര ഇക്കര കടക്കാൻ ഒരു പാലം. പാലം തുടങ്ങുന്നിടത്തൊരു ഗോപുരം, തീരുന്നയിടത്തും ഒരു ഗോപുരം.
2 ഗോപുരങ്ങളിൽ ഈ പാലം കണക്ട് ചെയ്തിരിക്കുക. ഈ പാലത്തിൻ്റെ കൈവരികൾ താമ്രനിർമ്മിതമാണ്. താമ്രനിർമ്മിതമായി കൈവരികൾ എപ്പോഴും മിനുക്കി സൂക്ഷിക്കാൻ പരിചാരകരാക്കിയിരിക്കുക. ക്ലാവ് പിടിക്കാനൊന്നും പറ്റില്ല. അവിടെ ഒരു കാഴ്ചയുണ്ട്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ഈ താമ്രനിർമ്മിതമായ കൈവരികളിലേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഈ വെള്ളത്തിൽ കാണാം. ഒരു സ്വർണ്ണ നിറമാണ്. അത് വൈകിട്ടെത്തുമ്പോൾ ഒരു ചുവന്ന നിറമാണ്, തങ്കത്തിളക്കമാണ്. ഇത് കാണാൻ തന്നെ ആൾ ചുറ്റും കൂടും. അപ്പോൾ ബാബിലോന്യ പുരോഹിതൻ വിളിച്ചു പറയും, ഈ കാണുന്ന പ്രഭാവലയം സൂര്യദേവൻ്റെ കിരണങ്ങളാണ്, സൂര്യദേവൻ്റെ അനുഗ്രഹമാണ്. സൂര്യദേവൻ പ്രഭാതത്തിൽ തൻ്റെ മണവറയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന എഴുന്നള്ളത്താണിപ്പോൾ. തിരികെ അവൻ വൈകിട്ട് തൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെ ബദലായിട്ടിരുന്ന അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാള സദൃശ്യം. അതിന് ബദലായി ആക്രമിച്ചെഴുതുന്നതാണ് സങ്കീർത്തന പുസ്തകത്തിലൊക്കെ വാക്യങ്ങൾ. പോട്ടെ, നമ്മളിവിടെ എത്തി. പാലത്തെ കയറിയില്ല ഇതുവരെ അല്ലേ? പാലത്തിലേക്ക് കടക്കാനും തടസ്സങ്ങളേറെയുണ്ട്. പാലത്തിൻ്റെ ഗോപുരത്തിലേക്ക് ആദ്യ ഭാഗത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മറ്റൊരു കാഴ്ച, നമ്മെ താഴേക്ക് 90 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് താഴേക്ക് ഇറക്കുന്ന ഒരു പടിക്കെട്ട്. ഒരു ജിജ്ഞാസ കൊണ്ട് അതിൽ ഇറങ്ങിയാട്ട കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഭൂഗർഭ തുരങ്കത്തിലെത്തി. ഒരു ടണലെന്ന് കേട്ടപ്പോൾ ഭാരം വേണ്ട, ഇടുക്കം വേണ്ട, ഞരുക്കം വേണ്ട. ഒരു വിശാല ടണലാണ്. അത് ഈ നദിക്ക് അടിയിൽ കൂടി അപ്പുറം ഇപ്പുറം പോകാനുള്ള ഒരു രഹസ്യ വഴിയാണ്. ഇന്നുമുണ്ടതെല്ലാം കാലഹരണപ്പെടാതെ കിടപ്പുണ്ടെന്നുള്ളതാണ് സത്യം. ഈ ടണൽ നദിക്കടിയിൽ കൂടി അപ്പുറത്തിപ്പുറത്ത് പോകാനുള്ളതാണെങ്കിൽ ചിന്താർഹമായൊരു കാര്യം, ഇതിനകത്ത് ഒരു പടുകുറ്റൻ വിരുന്നുശാല. ആ വിരുന്നുശാലയുടെ നടുവിലായി അർത്ഥവൃത്താകൃതിയുള്ള ഒരു സ്റ്റേജ്. അതിൽ വ്യത്യസ്ത നിറങ്ങളോടുകൂടിയ വെളിച്ചം, വിളക്കുകൾ കത്തിച്ചു വച്ചും ലൈം ലൈറ്റ് എന്നറിയപ്പെടുന്ന പുരാതനമായ ഒരുതരം വെളിച്ചം, ചുണ്ണാമ്പ് ചൂളയിൽ നിന്നെടുക്കുന്ന ഒരുതരം വാതകമാണ്. അത് കത്തിച്ചു വച്ചിരിക്കുകയാണ്. അതിന് ചുറ്റും ധാരാളം ടേബിളുകൾ ഇട്ടിരിക്കുന്നു. ആ ടേബിളുകൾക്ക് കുതിരയുടെ ലാടത്തിൻ്റെ ആകൃതിയാണ്. അതിന് ചുറ്റും കസേരകൾ നിരത്തിയിരിക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ വച്ചിരിക്കുന്നു. വറുത്തെടുത്ത മാംസക്കഷണങ്ങൾ, മത്സ്യം, പലതരത്തിലുള്ള വീഞ്ഞുകൾ, നിറമുള്ള മദ്യങ്ങൾ, ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് അർത്ഥനഗ്നരായ സ്ത്രീ പുരുഷന്മാർ, കുട്ടികൾ പാട്ടുപാടി വളരെ മോശമായ നൃത്തചേഷ്ടകളോടെ ഭക്ഷിക്കാനിരിക്കുന്നവരരികിലേക്ക് ഇത് കൊണ്ടു കൊടുക്കുക. രാജാവിൻ്റെ വിരുന്ന് കണ്ടല്ലോ ഡിന്നർ. ഇതാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് വച്ച് നീട്ടിയത്. ഇത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേ? അവർ പറഞ്ഞതിന് മുമ്പ് ഇത് നമ്മളാണ് എന്ത് പറഞ്ഞത്? ഇതെല്ലാം കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ അങ്ങ് തുടങ്ങാം അല്ലേ? ഇതാ ഇന്നത്തെ ഒരു സുവിശേഷവും രീതിയല്ല. ഇതെല്ലാം കണ്ടാൽ നിന്നങ്ങ് തുള്ളുക. എനിക്ക് മുംബൈയിൽ കിട്ടാത്തത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയെന്ന് വൈബ്രേഷൻ ഇട്ട് പറയും. പക്ഷേ ഈ കുട്ടികൾ എന്ത് പറഞ്ഞു? രാജാവേ, ഈ വീഞ്ഞു കുടിച്ചും ഈ ഭോജനം കഴിച്ചും ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കൂല. എന്താ മനസ്സിലായി? ഭക്ഷണം കഴിച്ചാൽ അശുദ്ധരാകുമോ? ആകും. കാരണം ഈ ഭക്ഷണം സാധാരണ ഭക്ഷണമല്ല. ഇത് വരുന്നത്, ഇവർക്ക് മാർഡുക്ക് എന്നറിയപ്പെടുന്നൊരു ദേവനുണ്ട്. ആ ദേവൻ മദ്യത്തിൻ്റെ ദേവനാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മദ്യത്തിനൊരു മന്ത്രിയാണെങ്കിൽ അവിടെ ഒരു ദേവനാണുള്ളത്. വിദ്യാഭ്യാസത്തിനൊരു മന്ത്രി ഉണ്ടെങ്കിൽ അവിടെ ഒരു ദേവതയാണ് ഉള്ളത്. അവരുടെ വിദ്യാഭ്യാസ ദേവത, ഗ്രീക്കുകാരുടെ ദേവതയാണ് ഈ മിനർവ. ട്യൂട്ടോറിലൊക്കെ ആ പേര് വരും, മിനർവ, സോഫിയ. ഈ പേരുകളൊക്കെ
ഗ്രീക്ക് ഗോഡസസിൻ്റെ പേരാ. സോഫിയ എന്ന് പേരുള്ളവരുണ്ടോ? ഗ്രീക്കിലാണ് ഡിമാൻഡായിരുന്നു, ഗ്രീസിലായിരുന്നെങ്കിൽ. വിജ്ഞാനം അതാ അർത്ഥം വരുന്നത്. പോട്ടെ, അത് മിനർവയുടെ പര്യായമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ സരസ്വതി എന്ന് ആരാധിക്കുന്ന ഗോഡിൻ്റെ ഗ്രീക്ക് വേർഷനാണ് ആര്? മിനർവ. അപ്പോൾ ഇതേപോലെ അവരുടെ മധ്യദേവനാരാ? മാർഡുക്ക്. ഈ മാർഡുക്കിൻ്റെ മുമ്പിൽ വാറ്റിയെടുക്കുന്ന മദ്യവും ആ ദേവൻ്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ച കാളക്കുറ്റൻ്റെ മാംസം അത് തോലുരിച്ചു മാറ്റി യാഗം കഴിഞ്ഞ ശേഷം നിവേദിച്ചനന്തരം പാകപ്പെടുത്തിയ ഫുഡാണ് നേരെ ഡിന്നറിന് അവിടെ കിട്ടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് വിഗ്രഹാർപ്പിതമാണ്. മനസ്സിലായോ? ഇന്നും വലിയ ചിന്ത, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ? അത് പാടില്ലെന്ന് തന്നെ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവസാന പുസ്തകമായ വെളിപ്പാടിലും പറയുകയാണ്, എൻ്റെ ദാസന്മാരെ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ ഉപദേശിച്ച് കളഞ്ഞ ഇസബേൽ. അതിന് കൂടുതൽ തിയോളജി ഒന്നും വേണ്ട. എന്തിനാണ് ഇത് പോയി കഴിക്കുന്നത്? അത്ര അത്യാവശ്യമുള്ളവരുണ്ടോ അവിടെ? അങ്ങനെ ആരെങ്കിലും ഉണ്ട്, എനിക്ക് പിടിച്ചാൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കതല്പം കഴിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം എന്തോ ചെയ്യുന്നു? ഏതായാലും തിയോളജി എല്ലാം അവിടെ നിൽക്കട്ടെ. ഒറ്റ വാക്കിൽ പറയാം, ഇതൊരു യഹൂദനെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അവൻ്റെ ആത്മീക പ്രാഗൽഭ്യം തകർക്കാനുള്ള സാത്താന്യ തന്ത്രമാണ് ഈ കുട്ടികൾ ഒരു നിലപാട് കൊണ്ട് പൊളിച്ചത്. അപ്പോൾ ഭക്തനെടുക്കുന്ന ചില നിലപാടുകൾ സാത്താൻ്റെ ആലോചനകളെ തകർക്കുന്നതാണെന്ന് ആദ്യം പഠിച്ചുകൊള്ളണം. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നിലപാടെടുക്കാൻ കഴിയുമെങ്കിൽ അത് ചില ദുരാലോചനകളെ തകർക്കുന്ന വലിയ ദൈവനിയോഗമല്ലെന്ന് ആര് കണ്ടു? ചില വിവാഹങ്ങൾ വരുമ്പോൾ ഭൗതിക വീക്ഷണത്തിൽ അത് കൊള്ളാമെന്ന് തോന്നുക, സമ്പത്ത് കൊണ്ട് കൊള്ളാം, സാഹചര്യം കൊണ്ട് കൊള്ളാം, എല്ലാം കൊണ്ടും ഗുണമേ ഉള്ളൂ, അഭിവൃദ്ധിയേ ഉള്ളൂ തോന്നുമ്പോഴും എനിക്കെൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ സുസ്ഥിരത സൂക്ഷിക്കാൻ അത് കഴിയുന്നില്ലെങ്കിൽ അത് ത്യജിക്കുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിന് ആരും പിൻബലം തന്നില്ലെങ്കിലും വചനം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. വചനം തരുന്ന ആ പിൻബലത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ഭക്തൻ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ദൈവപദ്ധതിയിലില്ലാത്തത് ഒന്നും എനിക്ക് ആവശ്യമില്ല. സന്തോഷമാണോ അങ്ങനെ ചിന്തിക്കാൻ? ദൈവപദ്ധതിയിലുള്ളതാണ് നമുക്ക് വേണ്ടത്. മറുവശം, ദൈവപദ്ധതിയിലുള്ളതെങ്കിൽ ആരൊക്കെ വഴിതടഞ്ഞാലും എൻ്റെ അനുഗ്രഹം ഇനി വരിക തന്നെ ചെയ്യും. ആരും അതിന് ഭാരപ്പെടണ്ട. ദൈവമിട്ട പദ്ധതി എന്തോ അതിനെ തുരങ്കം വെക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോഴും ജയം എനിക്കുള്ളതാണ്, അവസാന ജയം എനിക്കുള്ളതാണ്. ഒട്ടരയോടെ വിശദീകരിക്കാൻ നേരമില്ല. ഈ സ്ഥലവും സാഹചര്യവുമൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. ഇതാണ് ബാബിലോൺ. ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ വെച്ച് പറയാനുണ്ട്. അത്ര ഭംഗിയുള്ളതാണ് ഈ നഗരം. അതുകൊണ്ട് ആ ഹെറോഡോട്ടസ് തന്നെ ഇതിന് പേരിട്ടത് സ്വർണ്ണ നഗരം, കൽദയരുടെ പ്രശംസ, ഗോൾഡൻ സിറ്റി, മനോഹര നഗരം, കൽദയർ പ്രശംസിച്ചു പറയുന്ന മഹാനഗരം, മഹതിയാം ബാബിലോൺ എന്നൊക്കെ ഇതിന് പേര് വന്നത് ഈ അർത്ഥത്തിലാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. കാരണം ഇത് തന്നെ പറഞ്ഞു പോയാൽ ചിലർക്ക് അവിടെ പോകാനും തോന്നും. അതൊക്കെ കൊണ്ട് നമുക്ക് ഒത്തിരി പറയാനുള്ള ഒരു സാവകാശമില്ല. അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മളൊരു കാര്യം പഠിച്ചു, ദാനിയേൽ 1 ഉള്ളടക്കം. പേര് മാറ്റിയതും ഭക്ഷണം മാറ്റിയതും. അടുത്ത ദിവസം എവിടേക്ക് പോയി? ആരാധന മാറ്റി, ആരാധന രീതി മാറ്റി. ദുരാസമഭൂമിയിൽ രാജാവ് ഒരു ബിംബം വെച്ചു. ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമുക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട്, ബിംബം വെച്ചിട്ട് വീണ് നമസ്കരിക്കണം. കുഞ്ഞുങ്ങൾ വശപ്പെട്ടോ? ഇല്ല. പകരം എന്താ? തീച്ചൂള. തീച്ചൂളയ്ക്ക് അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, ആരാധനയ്ക്ക് വേണ്ടി കൈക്കൊള്ളുന്ന നിലപാടുകൾ ചിലപ്പോൾ മരണം നമുക്ക് അത് കാട്ടി ഭയപ്പെടുത്തുമ്പോഴും ഭക്തനൊരു കാര്യം അറിയേണ്ടത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് നിലപാടെടുത്തത്? അവൻ തീച്ചുളയ്ക്ക് സമാനമായ എൻ്റെ ജീവിതാവസ്ഥയിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഒറ്റയ്ക്ക് വീട് വിട്ട് വിശ്വാസം സ്വീകരിച്ചു വന്ന ആളുകൾ ഇരിപ്പുണ്ട്. അതിനുവേണ്ടി എരിയുന്ന തീച്ചുളയ്ക്ക് സമാനമായ ജീവിതാവസ്ഥയിൽ കൂടി കടന്നുപോയപ്പോൾ ഓർക്കണം, നാം ഒറ്റയ്ക്കായിരുന്നില്ല. ദൈവ സാമീപ്യവും ദൈവകൃപയും നമ്മോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്
അഗ്നിയിൽ നാലാമനായി എനിക്കവൻ്റെ സാന്നിധ്യം അനുഭവേദ്യമായി. അതുകൊണ്ടാണ് ഇവിടെ വരെ വരാൻ സാധിച്ചത്. സ്തോത്രം. അപ്പോൾ നമുക്ക് ഏതാണ്ട് ദാനിയേൽ 1 ഒരു പശ്ചാത്തലം പിടികിട്ടിയല്ലോ. അപ്പോൾ ഞാൻ അവശേഷിക്കുന്ന ചില ചിന്തയിലേക്ക് പോകുകയാണ്. എളുപ്പമുള്ള സംഗതികളാണ്. അപ്പോൾ കട്ടിയായ എൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയുള്ള പ്രവചനപരമായ സംഭവം അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. ഹിസ്റ്റോറിക്കലായി നമ്മുടെ 1-2 കാര്യം കൂടെ ഇടയ്ക്ക് വരും. എന്നാൽ ഇത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആവർത്തിയിരിക്കുക. അപ്പം മുഷിയില്ല. എന്താ പറയുന്നു? സന്തോഷമാണോ? അപ്പോൾ അടുത്തത്, അവരവിടെ സസുഖം ഇങ്ങനെ വഴുക, ഒട്ടേറെ പ്രതിബന്ധങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇരിക്കെ ദാനിയേൽ എന്ന ഒരു ദൈവമനുഷ്യൻ തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം വായിക്കും. ആ ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താ? ഇരമ്യാവ് എഴുതിയ പ്രവചനത്തിൻ്റെ ചുരുൾ കയ്യിലുണ്ട്. ആ ചുരുൾ നിവർത്തി ഇങ്ങനെ വായിക്കും. അദ്ദേഹം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് ഈ മന്ദിരത്തിൻ്റെ ഈ വിശാലമായ കോട്ടയ്ക്ക് മുകളിലെ ഒരു റൂമിലാണ്. ഇങ്ങനൊരു സ്ഥലത്താണ് പണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറ്റുകാരെ കൈക്കൊണ്ട് വരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചൊക്കെ കാണുന്നുള്ള ചുവന്ന ചരടുമൊക്കെ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഇതുപോലെ അവരുടെയൊക്കെ വാസം ഈ കൊട്ടാരവളപ്പിന് ചുറ്റുമുള്ള മതിലിന് പുറത്താണ്, മതിലിന് മീതെയാണ്. അവിടെ കിടക്കുമ്പോഴൊക്കെ ദാനിയേലിന് ശരിക്ക് കാണാം ഈ നഗരത്തിൻ്റെ അകവും പുറവും കാണാം. പുറത്തെ വിശാലമായ മരുഭൂമി, അകത്തെ മനോഹരമായ ഉദ്യാനം, ഇതെല്ലാം കണ്ടിരിക്കെ അദ്ദേഹം വിശ്വസിച്ചു, ഞാനിവിടെ എല്ലാ സുഖലോലുപതയും ആസ്വദിക്കുകയാണ്. രാജകീയ പരിവേഷമുണ്ട്, കൊട്ടാരത്തിലെ മനോഹര കുതിരകളെ കൊണ്ട് നടക്കാം, ഇതിനകത്ത് എനിക്ക് എന്തുമാകാം. അത്ര അധികാരമുണ്ടെങ്കിലും അതൊന്നും ആസ്വദിക്കാതെ അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ ഒരു നഗരത്തെ കൊണ്ടു നടന്നു. തൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ പെടുന്നില്ലെങ്കിലും ദൂരത്തൊരു നഗരം തകർന്നുടഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ടു. അത് യെരൂശലേമായിരുന്നു. ഭക്തൻ ആരാധനയ്ക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ട മനോഹരമായ ദൈവാലയം നിലനിന്ന ഏകസത്യ ദൈവത്തെ ആരാധിച്ച ആ ഇടം തകർന്ന് ശൂന്യമായി, അകം കൊള്ളയടിച്ച് അവിടത്തിലെ വസ്തുക്കൾ നെബൂഖദ്നേസർ അപഹരിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് തടവുപുള്ളികളാക്കി ഇവിടെ സംരക്ഷിച്ചപ്പോൾ ദാനിയേൽ അതിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് ഒരു കാര്യം ചിന്തിച്ചു. യെരൂശലേമേ, നിന്നെ മറക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ വലങ്കരം മറന്നു പോകട്ടെ. തിരികെ യെരൂശലേമിനെ നോക്കിക്കൊണ്ട് പറയും, ഈ ബാബിലോണിനെ നോക്കിക്കൊണ്ട് പറയും, നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്യുന്നത് പോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഒരു ദിവസം ഈ നഗരത്തെ മുച്ചൂടും നശിപ്പിച്ച് ഇതിനകത്തകപ്പെട്ട തൻ്റെ മക്കളെ ക്ഷേമത്തോടെ പഴയ സ്ഥലത്തെത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് പറയും, യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണം. അവരുടെ പ്രാർത്ഥനയിലല്ല, ഒരു മടങ്ങി വരവിൻ്റെ ആഹ്വാനം കാണാം. തങ്ങളുടെ പൂർവികർ പലരും പിന്മാറിപ്പോയത് കൊണ്ടാണ് ദൈവം തങ്ങളെ കൊണ്ട് ഈ സ്ഥാനത്തിട്ടത്. അതുകൊണ്ട് തിരിച്ചുള്ളൊരു യാത്രയ്ക്കുള്ള ശ്രമം അവർ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ, പൂർവികരുടെ നന്മകളുണ്ട്, അവരുടെ ചെയ്തികളിൽ ഗുണങ്ങളുണ്ട്, പക്ഷെ ചിലത് പാളിപ്പോയി. ഞങ്ങളിവിടെ വന്ന് അതപ്പതിച്ചപ്പോൾ അബ്രഹാം വിട്ടുകളഞ്ഞ മണ്ണ് ഞങ്ങൾക്ക് ഭീതിജനകമായ തെറ്റായ ആരാധനയുടെ ചരിത്രം ഞങ്ങൾക്ക് കൊണ്ട് സമ്മാനിക്കുമ്പോൾ ഒരു ദിവസം ഈ നാടും നഗരവും വിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് ഒരു മടക്കയാത്ര ഞങ്ങൾക്കുണ്ട്. അന്നാർക്കും അത് വിശ്വാസം വരില്ല. ഈ കൂറ്റൻ മതിൽ വിട്ട്, രാജാവിൻ്റെ കഠിന നിയമങ്ങൾ വിട്ട് ആർക്കും തിരിച്ചൊരു പലായനമില്ല എന്ന് ചിന്തിച്ച കാലത്ത് തിരികെ പോകുമെന്ന് വിശ്വസിക്കാൻ ദാനിയേലിനെ പോലെ കരുത്തുറ്റ ഉത്കൃഷ്ട മാനസർക്കേ സാധിക്കൂ. സാഹചര്യം കണ്ട് വിലയിരുത്താൻ എനിക്കും നിനക്കും നമ്മുടെ മനസ്സിലേക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കണം, ചിലത് സാധിക്കില്ല എന്ന് സാത്താൻ പറയുമ്പോഴൊക്കെ ഉള്ളം പറയണം, നോ, ഒരു ദിവസം ഞാൻ തിരികെ എത്തുക തന്നെ ചെയ്യും. ഞാൻ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു കാലം വരും. നാശഗ്രസ്തമായ ജീവിതത്തിൻ്റെ പരിമിതികൾ വിട്ട് പ്രതീക്ഷയുടെ ഒരു പുതിയ ലോകം എന്നെ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കിടയിൽ പലപ്പോഴും തൊട്ടതും പിടിച്ചതുമൊക്കെ പരാജയമായിരിക്കാം. എങ്ങും ഒരു സന്തോഷമില്ലാത്ത വിധത്തിൽ എൻ്റെ നിഷ്കളങ്കമായ മാനസികാവസ്ഥയെപ്പോലും സാത്താൻ തകർക്കുന്നു എന്ന ബോധ്യം ഭരിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഭാരപ്പെടരുത്. ഒരു ശുഭപ്രതീക്ഷ നമ്മെ വിട്ടുപോകാൻ ഒരിക്കലും ഇടവരാതെ ഒരു മടക്കയാത്ര, നഷ്ടമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയുടെ നാട്ടിൽ നിന്ന് പ്രതീക്ഷയുടെ യെരൂശലേമിലേക്ക് നമുക്കൊരു യാത്രയുണ്ട്. വിശ്വസിച്ചേ പോകാവൂ. ഹല്ലേലൂയ. ഒടുവിൽ
അങ്ങനെ അവർ വിശ്വസിക്കാൻ ഒരു കാരണം കൂടുണ്ട്. വെറുതെ വിശ്വസിച്ചല്ല, അത് ഇരമ്യാവ് എഴുതി വെച്ചു. ഇസ്രയേൽ മക്കളുടെ ഇവിടുത്തെ പ്രവാസകാലം 70 കൊല്ലം കൊണ്ട് തീരും. അതിനുശേഷം അവർ പോകും. ഇപ്പോൾ തന്നെ കുറേ കൊല്ലം കഴിഞ്ഞാൽ ദാനിയേൽ ഇത് കാണുന്നത്. അപ്പം ഞാൻ 70 കൊല്ലമൊന്നും വേണ്ട, 70 കൊല്ലത്തിന് ശേഷം തിരിച്ചു പോകും. അവരെ തിരികെ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ ദൈവം മറ്റൊരു രാജാവിനെ ഉപയോഗിച്ച് ഈ നഗരത്തെ തകർക്കും. ഇരമ്യാവ് ഇത്രേ സൂചിപ്പിച്ചപ്പോൾ ഈ നാടും നഗരവും തകർത്ത് മുടിക്കാൻ ദൈവം പദ്ധതിയിട്ട ഒരാളിൻ്റെ പേര് കൂടി പറഞ്ഞുകൊണ്ട് യെശയ്യാവ് ഒരു പടി കൂടി മുമ്പിലേക്ക് വന്നു. ഇരമ്യാവ് പറഞ്ഞ് തകരും, യെശയ്യാവ് പൂരിപ്പിച്ചു തകരുക മാത്രമല്ല തകർക്കുന്നവൻ ആരാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞു. നമുക്കൊന്ന് വായിച്ചു പോകാം. യെശയ്യാ പ്രവചനം 45:1 മുതൽ വായിക്കാം. 44 അവസാന വാക്യം വായിച്ചേ. 44 കോരേശൻ്റെ ഇടയൻ. അവിടെ മുതൽ വായിച്ചേ. എത്ര വാക്യം? 28. 44 28 മുതൽ താട്ട് വായിക്കാം. കോരശ് അഥവാ സൈറസ്. കോരസ് എന്നത് ഒരു രാജാവിൻ്റെ പേരാ, പേർഷ്യൻ രാജാവിൻ്റെ പേരാ. പിൽക്കാലത്ത് പേർഷ്യ ഭരിക്കുക. യെശയ്യാവ് വെരിയൊല്ലി വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടേ ഇല്ല. പേർഷ്യൻ രാജാവ്, ഇന്ന് ഇറാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. പേർഷ്യ ഭരിക്കാൻ പിൽക്കാലത്ത് ഉണരുന്ന എഴുന്നേൽക്കുന്ന രാജാവിൻ്റെ പേർ ചൊല്ലി ഇതാ യെശയ്യാവ് പ്രവചിച്ചു, കോരേശൻ്റെ ഇടയൻ. പിന്നെ കോരേശൻ്റെ ഇടയൻ അവനെൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും, യെരുശലേം പണിയപ്പെടും, പിന്നെ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനമിടും, പിന്നെ എന്ന് യഹോവ കൽപ്പിക്കുന്നു. പിന്നെ യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് അവിടെ നിൽക്ക്. യെശയ്യാവ് കോരസ് എന്ന് പേർ ചൊല്ലി വിളിക്കുമ്പോൾ കോരസ് ജനിച്ചിട്ടേ ഇല്ല. കോരേശ് ജനിച്ചിട്ടില്ലെന്നുള്ള പോട്ടെ, അവൻ്റെ അപ്പനും ജനിച്ചിട്ടില്ല. അവൻ്റെ അപ്പന് പറഞ്ഞൊന്നുമല്ല. എന്നാൽ അവൻ്റെ വല്യപ്പനുണ്ട്. അവൻ്റെ വല്യപ്പൻ അന്നുണ്ട് ഈ പ്രായത്തിൽ നടക്കുക. ഈ പ്രായത്തിൻ്റെ വിരിപ്പ് കണ്ടോ നിങ്ങൾ? ഉണ്ടല്ലോ. ഈ പ്രായത്തിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ഓടുന്ന ചെറുക്കനെ നോക്കി അവൻ്റെ കൊച്ചുമകൻ്റെ പേരിട്ട് വിളിക്കാൻ ധൈര്യം കാണിച്ച പുസ്തകം ബൈബിള് മാത്രമാണ്. ഒറ്റ കൃതിക്ക് അത് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് പ്രസംഗിക്കുന്നത്. ഇവൻ്റെ കൊച്ചുമോൻ ഈ പേരിടണമെന്ന് ആ വല്യപ്പൻ്റെ ചെറുപ്രായം കണ്ടിട്ട് യെശയ്യാവ് പേർ ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ അഭിഷിക്തനാണ്. ജനിക്കാനിരിക്കുന്ന കൊച്ചിനെ നോക്കി ദൂത് പറഞ്ഞ പുസ്തകമാണ് വിശുദ്ധ ബൈബിളെങ്കിൽ അവൻ നമ്മുടെ ഭാവിയുടെ ഭാഗതയങ്ങളെ കൃത്യമറിയാവുന്ന യേശുവാണ്. അവൻ അറിയാത്തതായി ഒരു കാര്യമില്ല. നാളെ ഞാൻ ആരാകും, എന്താകണം, എങ്ങനെ ദൈവത്തിനായി പ്രവർത്തിക്കണമെന്ന് കൃത്യതയോടെ അറിയാവുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് അവൻ പറയുക, കോരേശ് നീ എൻ്റെ ഇടയൻ എന്ന് വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ബൈബിളിലെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. അവന് നമ്മുടെ പേരറിയാം. നമ്മൾ വളർത്തുന്ന ആടിൻ്റെ പേര് വരെ അറിയാം. അവന് നമ്മുടെ കന്നാലിയുടെ പേരറിയാം. ഒറ്റവാക്കി പറഞ്ഞാൽ അവന് കന്നാലിക്കുട്ടിയെ അറിയാം, കുഞ്ഞാലിക്കുട്ടിയെ അറിയാം. സകല ആളുകളെ അറിയാവുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്ക്, സകലരുടെയും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. അല്പം കഴിഞ്ഞതിൻ്റെ വിശദാംശം ഞാൻ തരാം. അപ്പോൾ എന്താണ് ഇവനെ വിളിച്ച് പറയുന്നത് നോക്കിക്ക്. കോരേശ് ജനിച്ചിട്ടില്ല എങ്കിലും ദൂത് ആദ്യം അങ്ങ് പറഞ്ഞു. എന്തൊക്കെയാണ് വായിച്ചേ? ഒന്നാമത്തെ കാര്യം, നേഷൻസ്, രാഷ്ട്രങ്ങളെ കീഴടക്കി അവൻ ഒരു ചക്രവർത്തിയായി മാറും. അഥവാ ജാതികളെ അവൻ കീഴടക്കും. പിന്നെ ഒത്തിരി രാജാക്കന്മാരെ കീഴടക്കി അധികാരമൊക്കെ പിടിച്ചു വാങ്ങി അവൻ കാൽ കീഴാക്കും. പിന്നെ അവിടെ നിർത്തിക്ക്. ഈ മനുഷ്യൻ വരുമ്പോൾ
കതകുകൾ അവൻ്റെ മുമ്പാകെ തുറന്നിരിക്കും, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഏതാ ഈ കഥകെന്നറിയണ്ടേ? ബാബിലോന്യ കോട്ടയ്ക്ക് ചുറ്റും 100 കതകും എപ്പോഴും അടഞ്ഞു കിടക്കുമെന്നും സദാ അടഞ്ഞു കിടക്കുന്ന ഇഷ്ടാർ ഗേറ്റ് അടക്കമുള്ളൊരു കോട്ട കണ്ടല്ലോ. ഇത് അടഞ്ഞു കിടക്കുന്ന കാഴ്ച യെശയ്യാവ് ആത്മാവിൽ കണ്ടു. ആ മനുഷ്യൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? പക്ഷെ ദൈവപദ്ധതി ഓർത്ത് അടഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടിട്ട് ജനിക്കാനിരിക്കുന്നൊരു കൊച്ചിനെ കൊണ്ട് ഇത് അടിച്ച് തകർത്ത് ഇവൻ ഇതിനകത്ത് കടക്കും എന്ന് പ്രവചിക്കുമ്പോൾ ഈ സംഭവത്തിനും 100 കൊല്ലം മുമ്പാണ്, 120 കൊല്ലം മുമ്പാണ്. എന്താ മനസ്സിലായി? കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഇപ്പൊ ദൈവം വലങ്കരം പിടിച്ച നമ്മൾ രക്ഷപ്പെട്ടു. തുറക്കാത്ത ഇത് കതകും അവൻ തുറന്നിരിക്കും. അവൻ്റെ മുമ്പിൽ അടയാൻ കെൽപ്പുള്ള ഒറ്റ കതകുമില്ല. കാരണം അവനെക്കുറിച്ച് പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഹല്ലേലൂയ. കതകുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പിന്നെ വായിച്ചോ. ആ ആ ആ ആ മനോഹരമായൊരു ബൈബിൾ പ്രവചനമാണ്. ഞാൻ വെറുതെ ഇരിക്കില്ല, നിന്റെ വലങ്കരം പിടിച്ച് നിന്റെ മുമ്പിൽ നടക്കും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ലീഡ് ചെയ്യാതെ ദൈവം, ഞാൻ നിനക്ക് വരാൻ പാകത്തിന് ദുർഘടങ്ങളെ നിരപ്പാക്കും, തടസ്സങ്ങളെ മുഴുവൻ ദൂരീകരിക്കും. 87 അടി കനവും 60 അടി ഉയരവുമുള്ള പടുകുറ്റൻ മതിൽ കണ്ടിട്ട് പറയുക, കുഞ്ഞേ, ഞാനാ കരം പിടിച്ചിരിക്കുന്നതെങ്കിൽ ദുർഘടങ്ങളെ നിരപ്പാക്കി ഞാൻ താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയും. താമ്രവാതിൽ മനസ്സിലായോ? ആണ്ടിൽ വല്ലപ്പോഴും തുറക്കുന്ന ഈ സ്റ്റാർ ഗേറ്റ്, അതിന് പണി കഴിപ്പിച്ച നെബൂഖദ്നേസർ ആലോചന ഇടും മുമ്പ്, അത് പണിയാൻ വിദഗ്ധ ശില്പിയെ വിളിച്ചുകൊണ്ടുവരും മുമ്പ്, കണക്കെടുക്കുന്ന ആ വിശാരദനെ കൂട്ടിക്കൊണ്ടുവരും മുമ്പ്, പൂട്ടുപിടിപ്പിക്കുന്ന കൊല്ലനും തച്ചുശാസ്ത്ര വിദഗ്ധനും ജനിക്കും മുമ്പ് അത് തകർക്കുമെന്ന് മൊഴിഞ്ഞ പുസ്തകമാണ് വിശുദ്ധ ബൈബിളെങ്കിൽ നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഏതും തകർക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിമത്തായ വചനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നതെങ്കിൽ ഈ പടുകുറ്റൻ മതിലിനെ പേടിക്കണ്ട, ഈ താമ്രവാതിലുകളെ പേടിക്കണ്ട, ഇരുമ്പോടാമ്പലുകളെ ഭയപ്പെടണ്ട. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. പിന്നെ ആ ആ ആ മതി. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു എന്നറിയാൻ നിനക്ക് ചില പ്രസൻറ്റേഷൻസ് ഉണ്ട് എൻ്റെ പക്കൽ. അതെന്താ? ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധിയും തരും. ഇത് തന്നെ പറയാൻ കുറേ നേരം വേണം. നമുക്ക് അങ്ങോട്ട് പോകാനൊരു അവസരമില്ല. ഇന്ന് ഇത് തീർക്കുകയും ചെയ്യണം. അതെല്ലാം കണക്ക് കൂട്ടിയാണ് ഏത് വിഷയം ഒന്ന് തീരണം എന്നുള്ള നിലയിലായി ഈ സംഭാഷണം. ഞാൻ താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിലെ ഗുപ്തനിധിയും തരും. ഇത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ നിവൃത്തി ഞാൻ എന്ന് പറയാം. ഹൗ ദിസ് പ്രോഫസി ഫുൾഫിൽഡ്, എങ്ങനെ ഈ പ്രവചനം നിറവേറി. ഇപ്പോഴേക്ക് കാലം ഇഞ്ഞ് കഴിഞ്ഞ് നിർത്തണം. ഇത് 120 കൊല്ലം മുമ്പ് പറഞ്ഞാൽ നിറവേറുമ്പോൾ എത്ര തലമുറ മരിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അതെന്താ അത് പറയാത്തേ? എന്തിനാ അത് ഒത്തിരി പറയുന്നത്? ഒത്തിരി പേര് മരിച്ചുപോയി, അത്ര ഉള്ളത്. 120 കൊല്ലം ഉണ്ടായിരുന്നപ്പോൾ കുറേ ആളുകൾ മരിച്ചുപോയി. ഒരു കുട്ടിക്കൊരിക്കൽ ചോദ്യം വന്നു. വലിയ ഫ്ലാറ്റിൻ്റെയൊക്കെ മുകളിലേക്ക് പടിക്കെട്ട് കയറുമ്പോൾ നമ്മുടെ കാലുകൾക്ക് വേദനയും ശരീരത്തിന് ക്ഷീണവും അനുഭവപ്പെടും. അത് എന്തുകൊണ്ട്?
ലോ ഓഫ് ഗ്രാവിറ്റിയാണ് അതിൻ്റെ ഉത്തരവെന്ന് എനിക്ക് തോന്നുന്നു. ഭൂഗുരുത്വം. അവനറിയത്തില്ലായിരുന്നു. അവൻ എഴുതി വെച്ചു അത് താഴെ നിൽക്കേണ്ടതിന് പകരം മുകളിലേക്ക് കയറി. അതുകൊണ്ട് ശരീരത്തിന് വേദന ഉണ്ടാകേണ്ട കാരണം എന്താ? ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് കയറി. അത് തന്നെ കാരണം, വേറൊരു കാരണവും ഇല്ല. അതിലെ കറക്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടക്കാല ചരിത്രം പറയാൻ നിർവാഹമില്ല. അതിൻ്റെ കാരണം എനിക്കതെല്ലാം അറിയത്തില്ല. അതാ പ്രധാനം. ഇതിന് നമ്മൾ കിടന്ന് വിഷമിക്കുന്നത്. നിങ്ങളൊട്ട് അത് അറിഞ്ഞിട്ട് കാര്യവുമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്യണോ? അതുകൊണ്ട് പോട്ടെ, 120 കൊല്ലം അങ്ങ് പോയി. നമുക്ക് ആവശ്യമുള്ളതിലേക്ക് വരാം. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കക്ഷി ജനിച്ചു. കോരശ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു. നെബൂഖദ്നേസർ മരിച്ചു. ഇടയ്ക്കവൻ പുല്ല് തിന്നു, കാളയുടെ കൂട്ടി ജീവിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ മകനും മരിച്ചു. ഇപ്പോൾ വന്നത് നെബൂഖദ്നേസറുടെ പേരക്കിടാവായ ബേൽത്ത്ശസ്സർ. ബൈബിളിൽ മകൻ എന്ന് വിളിക്കുമ്പോൾ ഡയറക്റ്റ് മകനല്ല, പലരും ചെറുമകനെയൊക്കെ വിളിക്കും മകനെന്ന്. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞിട്ട് അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചെന്ന്. അങ്ങനല്ലേ പറഞ്ഞേ? ദാവീദെ ജനിപ്പിച്ചെന്നല്ല അല്ലേ? അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ വന്ന ഈ ബേൽശസ്സർ ഇറാഖ് എന്ന ബാബിലോൺ ഭരിക്കുമ്പോൾ അപ്പുറത്ത് സൈറസ് എന്ന കോരേശ് പേർഷ്യ എന്ന ഇറാൻ ഭരിക്കുക. അപ്പോൾ ഈ ബേൽശസ്സറിനൊരാഗ്രഹം തൊട്ടപ്പുറത്ത് കിടക്കുന്ന പേർഷ്യ ആക്രമിച്ച് തൻ്റെ കാൽക്കീഴിലാക്കണം, സാമ്രാജ്യം വലുതാക്കണം. ഈ വാർത്ത ചാരപ്പട എങ്ങനെയോ ചോർത്തി നേരെ കൊണ്ട് കോരശിന് കൊടുത്തു. ദാ വരുന്നുണ്ടവൻ. കോരശി വാർത്ത കേട്ടപ്പോൾ ഗ്രഹിച്ചു, ബാബിലോന്യ തന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ തോറ്റു. തോൽവി ഉറപ്പിച്ച യുദ്ധത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ചിന്ത എങ്ങനെ നേരിടണമെന്ന് ആലോചിച്ചിരിക്കുക. ഒരു യുദ്ധം തോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തോ ചെയ്യണം? ഒരു യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടു, നമ്മൾ ജയിക്കുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ഭാഷ പറഞ്ഞത് സന്ധി സംഭാഷണം. പിന്നെ എന്തോ മുങ്ങാന്നോ? മുങ്ങുക എന്ന് നല്ലൊരു ഐഡിയ. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക. ഇനി എന്തോ അടുത്തത്? എന്തോ ഇതൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. വീട്ടിൽ ഇതുപോലെ ജീവിച്ചോണം. ഇത്ര ആവേശം അടിയറവ് പറയണമെന്ന് മനസ്സിലായില്ലേ? വീട്ടിൽ നമ്മുടെ അടുത്ത് അടിയറവ് പറയാത്തവരാ എന്തിനായി ആവശ്യമില്ലാത്തതിലൂടെ പറയുന്നത്? നിസാരം ഒരു വിഷയം എടുത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വാക്കിന് കീഴടങ്ങാത്തവരാ പറയുന്നത്. എന്തുവാ അടിയറവ് പറയണമെന്ന്? നമ്മളോട് പറയാച്ചാ വിഷമില്ല, തിരിച്ചേറ്റെടുത്താൽ മതി ദൂതല്ലേ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു പണിയുണ്ട്, നിങ്ങളാരും പറയാത്തൊരു വിഷയമുണ്ട്. പൊരുതി മരിക്കുക. ഞാൻ കേട്ട ഒരു കഥ നേരാണോന്നറിയില്ല. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു കഥയാണ്. ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ തേയില എസ്റ്റേറ്റുകളുണ്ട്, ടീ എസ്റ്റേറ്റുകൾ. ആ തേയില കാടുകളിങ്ങനെ വെട്ടിവെച്ചേക്കുന്ന കാണാനൊരു ഭംഗിയാണ്. ചില പിള്ളേർ മുടി വെട്ടി വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ തേയില. അപ്പോൾ ഈ മുംബൈ തെങ്ങാണ്ടൊരു പെണ്ണിനെ, ഒരു മലയാളി, ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയെ അവിടുത്തുകാരടുത്തം കല്യാണം കഴിച്ചു, അങ്ങോട്ട് കൊണ്ടുപോയി. അവൾ ഈ തേയിലക്കാട് കണ്ടിട്ട് പറഞ്ഞു, ഇത് കത്തിലേക്ക് വിട്ടുന്നതാണല്ലോ എന്ന് പറഞ്ഞു. കാരണം ഈ ഭംഗി അതുപോലെ അത്ര ഫിനിഷിങ്ങാണ്. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഇതൊരു കത്തിക്ക് വെട്ടുന്നതാന്ന് പറഞ്ഞു അങ്ങ് ഉടക്കം മൂത്തു. പെണ്ണുങ്ങളല്ലേ, സമ്മതിക്കുകയല്ല. അവൻ അരിശം വന്നു, ഈ പെണ്ണെ പിടിച്ചിട്ട് തള്ളു. ഏതാണ്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അവളെ എന്നിട്ട് കുളത്തിൽ വീണു. ഇവനാണെങ്കിൽ നീന്തും അറിയത്തില്ല, അവൾക്കും അറിയില്ല. ഈ കഥ സത്യമാകരുതെന്ന് എൻ്റെ ഒരു പ്രാർത്ഥന. ആ കുട്ടി ആ വെള്ളത്തിൽ വീണു, അത് മുങ്ങി ഇങ്ങനെ വെള്ളം കുടിച്ച് ചാകുക. പക്ഷെ ഒരു കാര്യം, ഓരോ തവണ അവളിങ്ങനെ 3 തവണ പൊങ്ങി, 3 തവണ പൊങ്ങുമ്പോഴും ഇങ്ങനെ കാണിച്ചു എന്നാണ്. എന്നാ അത്? ആ കത്രികയുടെ ചിഹ്നം. വെള്ളം കുടിക്കുന്നുണ്ട്, അതിങ്ങനെ മുങ്ങുന്നുണ്ട്, താഴുന്നുണ്ട്. താഴുമ്പോഴും എല്ലാം പൊങ്ങി വരുമ്പോൾ എന്താ കാണിക്കും? ഇതിങ്ങനെ കത്തിയല്ല പിന്നെന്താ, സാനാക്കായി അങ്ങനെ തന്നെ മുങ്ങി. ആരോ വലിച്ചു കയറ്റിയപ്പോഴും പോസ്റ്റ്മോർട്ടമൊക്കെ കൊണ്ടുപോയപ്പോഴും ഇതിങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായോ? ചെളിങ്ങനെ പൊരുതിച്ചാകുക. ഇപ്പോൾ കോരശൻ തീരുമാനിച്ചു, എന്താ പൊരുതി മരിക്കണം. പൊരുതി മരിക്കുന്നതിന് പിന്നെ പേടിക്കാൻ വല്ലതും ഉണ്ടോ? പേടിക്കാനൊന്നുമില്ല.
പൊരുതി മരിക്കുക. അതിനുവേണ്ടി യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി. അദ്ദേഹം ചിന്തിച്ചു, അവൻ എൻ്റെ രാജ്യത്തിലേക്ക് വരും മുമ്പ് ഞാനവൻ്റെ കോട്ടയ്ക്കകത്ത് നുഴഞ്ഞു കയറി ആക്രമിച്ചു മരിക്കും, അവന് നാശം വിതച്ചു മരിക്കും, അവനെയും കൊന്നിട്ട് മരിക്കും. ഈ ചിന്ത അടുത്ത അനുചരന്മാരുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, പ്രഭു, ഒരു വിശിഷ്ടാതിഥി വന്നിരിക്കുന്നു കാണാൻ. ചെല്ലുമ്പോൾ ആരാ? അദ്ദേഹത്തിൻ്റെ അമ്മാവിയപ്പനാണ്. ചില പഠനങ്ങളിൽ അമ്മാവിയപ്പനല്ല അപ്പനാണെന്നും കാണുന്നു. അമ്മാവിയപ്പൻ എന്ന വാദത്തിനാണ് പ്രസക്തി കൂടുതൽ. അത് കോരസിൻ്റെ അമ്മാവിയപ്പൻ എന്ന് പറയുന്ന ദാരിയൂസാണ്, ദാര്യാവേശ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഈ മേദ്യ, മീഡുകൾ എന്ന് നമ്മൾ പിന്നെ വിളിച്ച സ്ഥലം. അദ്ദേഹം പറഞ്ഞു, മകനെ, ഞാനൊരു വാർത്ത അറിഞ്ഞു വന്നതാ. നീ ബാബിലോന്യ സാമ്രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോകുന്നു എന്ന് കേട്ടു. നേരോ? പ്രഭു, അത് സത്യ. 87 അടി കനവും 60 അടി ചുറ്റളവും 100 കതകുകളാൽ സുസ്ഥിരമാക്കപ്പെട്ടതും ചിട്ടവട്ടങ്ങളുള്ള വട്ടാളമുള്ളതും ജാഗ്രതയുള്ള ചാരപ്പണിക്കാരുള്ളതും കാലാൽപ്പടകളും കുതിരപ്പടകളും സ്വന്തമുള്ളതും വലിയ സൈന്യവ്യൂഹവും ആജ്ഞാനുവർത്തികളായ പ്രജകളുമുള്ള ഒരു രാജാവിനെതിരെയാ നീ യുദ്ധത്തിന് പോകുന്നത്. അറിയാമോ? പ്രഭു, അറിയാം. ഞാൻ അവിടെ ചെല്ലുന്നില്ലെങ്കിൽ അവൻ ഇവിടെ വരും. എന്നെയും അങ്ങയുടെ മകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അടിമയാക്കി കൊണ്ടുപോകും. ആ വലിയ ദുരന്തം നേരിടാൻ ഞാൻ എൻ്റെ ചെറിയ ശ്രമം പൊരുതി മരിക്കും എന്ന് കേട്ടപ്പോൾ കോരശിൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, കുഞ്ഞേ, നീ മരിക്കില്ല. ജയം നിനക്കൊപ്പം, നീയേ ജയിക്കൂ. കാരണം നിനക്കൊപ്പം ഞാനും വരും. അയൽ രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ നല്ല ബന്ധം ഉണ്ടാകാൻ പണ്ടൊരു പരിപാടിയാണ്. ഈ മകളെയോ സഹോദരിയോ അടുത്ത രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കും. ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള പണിയാണ്. എന്താ, മകളെ അവിടെ ഉണ്ട്, പിന്നെ യുദ്ധം നടക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇവന് മനസ്സിലാകും ഇതിലും ഭേദം യുദ്ധമായിരുന്നത് വേറൊരു സത്യം. ഇതിലും ഭേദം ബോംബ് വീണ് മരിക്കുന്നതാണ് അവന് തോന്നുന്ന വിധത്തിലുള്ള കല്യാണമുണ്ട്. പക്ഷേ അത് മറ്റൊരു സത്യമാണ്. പോട്ടെ, അപ്പോൾ അത് പറഞ്ഞ് ഞാനായിട്ടൊരു വിഷയം ഉണ്ടാക്കുന്നില്ല. മിണ്ടാതിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടെന്ന് തോന്നുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട് മകളെ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് ഇങ്ങനെ കോരസ് ചിന്തിച്ചുറപ്പിച്ചു, പൊരുതി മരിക്കുക. അമ്മാവിപ്പൻ എന്ത് പറഞ്ഞു? ഞാനും വരും, എൻ്റെ സൈന്യവും നിനക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വരും. അത് കേട്ട് ഈ കോരശ് പറഞ്ഞു, വരരുതേ പിതാവേ, യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെട്ടു മരിച്ചാൽ ഈ രാജ്യം അങ്ങ് നോക്കണം. അദ്ദേഹം പറഞ്ഞു, നീ മരിക്കില്ല, ജയം നിനക്കാ. ഞാൻ വെറുതെ പറയുന്നതല്ല. നീ എന്ത് ഗ്രഹിച്ചു ഈ വലിയച്ഛനെക്കുറിച്ച്? നീ യുദ്ധത്തിന് പോകാൻ താല്പര്യമെടുത്തപ്പോഴേ അനുകൂല സാഹചര്യമൊരുക്കാൻ ഞാനും പണിയെടുത്തു. ആർക്കും നുഴഞ്ഞു കടക്കാനാവാത്ത ബാബിലോന്യ കോട്ടയ്ക്കകത്ത് കടക്കാൻ ഞാൻ ഒരു രഹസ്യ വഴിയുണ്ടാക്കി. ആ രഹസ്യ വഴി ക്രമീകരിച്ച ഞാൻ വേഷം മാറിയ എൻ്റെ പടയാളികളെ ഒട്ടകപ്പുറത്തും കഴുതയുടെ പുറത്തും കുതിരപ്പുറത്തും ആയുധം വെച്ച് കെട്ടി അവിടേക്ക് സുഗന്ധ വ്യാപാരികളുടെ വേഷത്തിൽ വിട്ടുകഴിഞ്ഞു. ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം ആക്രമണം ആരംഭിച്ചിരിക്കും. ഇത് കേട്ട കോരേശിന് അത്ഭുതം. ഇത്രയും സുശക്തമായ കോട്ടകൊത്തളങ്ങൾ സ്വന്തമുള്ള ബാബിലോന്യ കോട്ടയ്ക്കകത്ത് കടക്കാൻ എങ്ങനെയാണ് ഒരു രഹസ്യ വഴി ഉണ്ടാവുക? കേൾക്കുന്നുണ്ടോ? അതൊന്നറിയണം. രാജാവ് പറഞ്ഞു, മോനെ, അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയില്ലേ, അതിൻ്റെ ഉത്ഭവ സ്ഥാനമില്ലേ? പകൽ വന്നൊരു പറഞ്ഞോട്ടെ, എവിടെ അത്? വാൻതടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്നൊക്കെ ഞാനിവിടെ കിടന്ന് കരഞ്ഞോണ്ടാണ് പറഞ്ഞു. കാല് പിടിച്ചു പറഞ്ഞാൽ ഞാൻ പകൽ. അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടു.
ഉണങ്ങിയ നിലമായി നദി മാറി. 1,00,000-ൽ പരം വരുന്ന അടിമകളെ കൊണ്ട് തടി വെട്ടിയിട്ട് ചെളി പുതച്ച് കല്ലുവിട്ട് കെട്ടി റെഡിയാക്കി ചിറകെട്ടി വെള്ളം 2 വഴിക്ക് ഗതി തിരിച്ചു വിട്ടിട്ട് ഉണങ്ങിയ നിലത്തുകൂടി സുഗന്ധ വ്യാപാരികളുടെ വേഷത്തിൽ എൻ്റെ പടയാളികൾ അകത്ത് കടന്നു. അതല്ല രസം. ഇതും പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ വരുമെന്ന്. യെശയ്യാ 21. ഇപ്പോൾ വായിക്കണ്ട. അവിടെ ബാബിലോന്യ രാജാവിനോട് ദൈവം അറിയിക്കുക, നീ ചെന്ന് കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് നിന്നെ അറിയിക്കട്ടെ. ഈരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ, കഴുതപ്പടയെ, കുതിരപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ശ്രദ്ധിക്കട്ടെ. ഒരകത്ത് കടന്നു. അല്ലെങ്കിൽ കോരേശ് പറഞ്ഞു, അപ്പച്ച സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഒളിച്ചും പാത്തുമുള്ളൊരു യുദ്ധത്തിൽ എനിക്ക് താല്പര്യമില്ല. ഡയറക്റ്റ് ഫൈറ്റാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ആ സൈന്യം അങ്ങനെ വരട്ടെ, ഞാൻ നേരെ ചെല്ലുക. അത് അഭിഷിക്തൻ്റെ ലക്ഷണം. അവൻ നേരെയാണ് ചെല്ലുന്നത്. സ്തോത്രം. നേരെ ബാബിലോന്യ കോട്ടയുടെ മുമ്പിൽ തേർത്തെളിയിച്ചു വന്ന് കോരേശ് നിൽക്കുമ്പോൾ ഒരു കാഴ്ച. 100 101 കതകുകളും മലർക്ക തുറന്നു കിടക്കുന്ന മനോഹര കാഴ്ച. കൂടെ വന്ന സൈനിക മേധാവി പറഞ്ഞു, പ്രഭോ കടക്കരുത്, ഇത് ചതിവാ, നമ്മൾ അകത്തോട്ട് കിടക്കും, ഇവൻ കഥ കടയ്ക്കും, അകത്ത് കുരുങ്ങുന്ന നമ്മളെ ഞെരുക്കിക്കൊല്ലാനുള്ള ബേൽശസ്സറുടെ തന്ത്രം. രാജാവ് പറഞ്ഞിടാ, ഞാൻ മരണമുറപ്പിച്ചു വന്ന എനിക്ക് ഇങ്ങനെ ഭയം ജനിപ്പിച്ചാൽ ഭയം വരുമോ? അകത്തിട്ട് കൊല്ലുമെന്ന് പറഞ്ഞാൽ ശരിയല്ല. പണ്ടൊരു സ്ത്രീ മനോവിഷമ നിമിത്തം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കാട്ടിലേക്ക് ഓടിക്കേറി തൂങ്ങിച്ചാകാൻ പോയതാ. ചേരപ്പാമ്പിനെ കണ്ട് തിരിച്ചോടിപ്പോന്നു. വേറെ സ്ത്രീ കണ്ടിച്ചാടി ചാകാൻ പോയതാ. അപ്പോൾ കൊണ്ട് മഴ പെയ്യുന്നു. അവൾ കുടയെടുത്തോണ്ടാണ് പോയത്. വെള്ളത്തിൽ ചാടുന്ന കുടയും കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ പോകാൻ കോരേശിന് പറ്റുമോ? പറ്റില്ല. കോരേശ് പറഞ്ഞു, ഞാനിനകത്ത് കിടക്കും, പൊരുതി മരിക്കും, ആക്രമിച്ചു മരിക്കും. ഈ കഥകൾ തുറന്നു കിടക്കുമ്പോൾ കോരേശ് പതുക്കെ അതിൻ്റെ അരികിൽ വരുമ്പോൾ മറ്റൊരു കാഴ്ച. ഒരു പറ്റം വൃദ്ധന്മാർ പാട്ടുപാടിക്കൊണ്ടെതിരെ വരുന്നു. അവർ വന്ന് കോരേശിൻ്റെ മുമ്പിൽ വണങ്ങുന്നു. പ്രഭു, അങ്ങ് കോരേശല്ലേ, അങ്ങേക്ക് ഈ കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. അതെന്ന് ചോദിച്ചു, നിങ്ങളാരാ? ശത്രുവിൻ്റെ രാജ്യത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്ന നിങ്ങളാരാ? പ്രഭു, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. അങ്ങൊരു ദിവസം ഇതുവഴി വരുമെന്നും ഈ കോട്ടയ്ക്കകത്ത് കുരുങ്ങിയ നിരവധി ദൈവമക്കളെ രക്ഷിക്കുമെന്നും ഈ രാജ്യം നിന്റെ കാൽക്കീഴിലാകുമെന്നും നിന്നെക്കുറിച്ച് ജനിക്കും മുമ്പ് എഴുതി വച്ച ഗ്രന്ഥച്ചുരുളുകൾ അനുദിനം പാരായണം ചെയ്ത് നിന്റെ വരവിന് കാത്തിരിക്കുന്ന ഒരുവറ്റം യഹൂദ റബിമാരാണ് ഞങ്ങൾ. കോരേശ് കുതിരപ്പുറത്ത് നിലത്തിറങ്ങി അവരുടെ ഗ്രന്ഥച്ചുരുൾ വായിച്ചു കേട്ടു. തന്നെക്കുറിച്ച് യെശയ്യാവ് എഴുതി വെച്ച ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കേട്ട് ആനന്ദ നിർഭരനായി കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നെ ദൈവം, അവൻ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. അവൻ നിലത്തെ മണ്ണുവാരി ചുംബിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇതിനകത്തേക്ക് കടന്നു. അപ്പം അതിനകത്തെ ശരി പറഞ്ഞില്ല. ചെറുക്കാനൊരൊറ്റ മനുഷ്യനെ കാണുന്നില്ല. എല്ലാവരും ഇവിടെ പോയി. പറയാം ഇതെങ്ങനെ കതക് തുറന്നതെന്ന് ഞാൻ പറയാം. ഈ കോരസ് വരുന്ന ദിവസം നെബൂഖദ്നേസർ ഒന്നും അറിയുന്നില്ല, ബേൽശസ്സർ അറിയുന്നില്ല. അദ്ദേഹം തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വിരുന്നൊരുക്കി. മനസ്സിലായോ? മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വിരുന്ന്. ആ വിരുന്നിൽ പങ്കുകൊള്ളാൻ VIP എത്ര? 1000. VIP തന്നെ നടന്നു വരികയാണോ? തന്നെ നടന്നു വരുന്ന ആൾ VIP ആകുമോ? അവൻ്റെ കൂടെ 4-5 പേര് കാണും. 10,000 പേര്, 6,000 പേര് ഇവിടെ ഉണ്ട്. അതിൽ ഗായകന്മാരുണ്ട്, നർത്തകന്മാരുണ്ട്, വാദ്യക്കാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, സാമന്ത രാജാക്കന്മാരുണ്ട്, അയൽരാജ്യങ്ങളിലെ സുഹൃത്തുക്കളുണ്ട്, രത്നവ്യാപാരികളുണ്ട്,
പ്രഭുക്കന്മാരുണ്ട്. ഇവർക്കൊക്കെ വരാൻ സകല കതകുകളും പ്രഭാതത്തിൽ തുറന്നിട്ടതാ. സന്ധ്യാനേരത്ത് അടയ്ക്കുന്ന കാര്യം മറന്നുപോയി. ഇവറ്റകളെല്ലാം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഭക്ഷണശാലയ്ക്കകത്തിരുന്നപ്പോൾ വലിയ സംഗീതം, അതിൻ്റെ മാസ്മരിക ലോകത്ത് അനേക വൃത്തിഹീനതകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേ കഥ കടയ്ക്കുന്ന കാര്യം ആരും ഓർത്തില്ല. കഥ കടയ്ക്കുന്ന ഓർത്തില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പമില്ല. മഹാരാജാവ് സയ്യിദം അവിടുത്തെ ലോക്കൽ ആൾ മുതലേ മദ്യപിച്ച് മതോന്മത്തനായി ലക്ക് കിട്ടുക എന്നുള്ള പാട്ടാണ്. ആലോചിച്ച് നോക്കി, വല്ല ബോധം ഉണ്ടാവുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെറിയ ബോധം ഇടയ്ക്കിടയ്ക്ക് ഈ ബേൽശസ്സറിന് വീഴുന്നുണ്ടായില്ല. രാജാവാണല്ലോ, കൊണ്ട് ഒരു മിതം കുടിയാ. അപ്പോൾ ആ ചെറിയ ബോധം വീഴുമ്പോൾ പുള്ളി അടുത്ത് നിൽക്കുന്ന ആ പരിചാരനോട് ചോദിക്കും, കഥ കടച്ചോ? പണ്ടിങ്ങനെ ചോദിക്കും, കഥ കടച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഉത്തരവേ, തീർന്നു. ഇന്ന് കളി മാറി. ഇന്നവൻ ചോദിച്ചു, കഥ കടച്ചോ? എന്നാലും പറയാ, ചുമയാഴിയാളിയാ. ആരോടാ? രാജാവിനോട്. ആരാ പറയുന്നേ? ഇന്നലെ വരെ ഉത്തരവേ എന്ന് പറഞ്ഞു, എന്താ പറയാ? അളിയാ ഒരുമാതിരി അറിയാമല്ലോ. ആ, എങ്ങനെ വന്നു ഈ ടോണ്? വെള്ളം അടിച്ചതിൻ്റെ വ്യത്യാസമാണ്. രാജാവിനെയും കയറി വിളിക്കുക, അളിയോ. എന്തൊരു വിളിയാന്ന് ആലോചിച്ച് നോക്കിയേ. ചുരുക്കി പറഞ്ഞ കഥയെല്ലാം തുറന്നു കിടക്കുക. ദൈവത്തിൻ്റെ പദ്ധതി കണ്ടോ? ഞാൻ നിനക്ക് മുന്നമേ ചെല്ലും, വാതിലുകൾ നിൻ്റെ മുമ്പാകെ അടയാതിരിക്കേണ്ടതിന്, കഥകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ വലങ്കരം പിടിക്കും. ദൈവ ഉത്തരവിട്ടാൽ ഒരൗൺസ് മദ്യം മതി, അവൻ്റെ മുഴുവൻ ബോധം പോവും. ഇവൻ്റെയൊക്കെ അടുത്ത് നമ്മൾ നിന്ന് നമ്മളെ ബോധം പോകാ. അതുപോലത്തെ കുടിയാ, അത്ര ബോധം കെട്ട കുടി. ഞാൻ അധികം നീട്ടുന്നില്ല. അവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു തോന്നലും കൂടെ, വെള്ളം അടിക്കാൻ ഈ ഗ്ലാസ് പോരാ. അവനൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വലിയപ്പൻ യെരുശലേം ആക്രമിച്ച കാലത്ത് അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന മനോഹരമായ പൊൻ പാനപാത്രമുണ്ട്, കൊണ്ടിവിടെ വെക്ക്. കേട്ടപ്പോൾ ആൾ പറയും, പ്രഭോ ചെയ്യരുത്, അത് രാജ്യത്തിൻ്റെ സ്വത്താ, അത് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ പാകത്തിന് വെച്ചാൽ കളി മാറും. തന്നെയല്ല, ഇത് ഭൂമിക്കടിയിലെ രഹസ്യ തുരങ്കങ്ങളിൽ അറകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഷണ്ണന്മാരാ സൂക്ഷിക്കുന്നത്. തല്ലിക്കൊന്നാലും അവർ ഈ താക്കോൽ കൊടുക്കില്ല. അത്തരം ടീമുകളാണ് അത്തരം. പക്ഷേ രാജാവ് ഉത്തരവിട്ടാൽ കൊടുക്കാതിരിക്കാനൊക്കോ? പക്ഷെ അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അന്നത് ഇവിടെ എടുത്തു വച്ചില്ലെങ്കിൽ ഇവിടേക്കുള്ള വഴി മണ്ണടരുകൾക്കുള്ളിൽ പൂണ്ടുപോകും. പിന്നാലെ വരുന്ന കോരേശന് അറിയില്ല ഈ സംഭവം. ഇതിങ്ങനെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചെണ്ണിയടിപ്പിച്ച് യെരുശലേമിൽ കൊടുക്കാൻ പറ്റില്ല. രാജാവ് ഭണ്ഡാര വിചാരകനെ വരുത്തി ഓരോന്നും എണ്ണിയടിപ്പിച്ച് 70 കൊല്ലം മുമ്പ് നെബൂഖദ്നേസർ ആക്രമിച്ചു കൊണ്ടുവന്ന വസ്തുവകകൾ ഓരോന്നെടുത്ത് പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾ ഏൽപ്പിച്ചിട്ട് പറയുക, നിങ്ങളിൽ ദൈവത്തിൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകണം, അവിടെ ഒരു ആലയം പണിയണം, അവിടെ ദൈവാരാധന ആരംഭിക്കണം, ഇതിരിക്കട്ടെ. ഇതിനാ തിരുവെടുത്ത് പറഞ്ഞത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി, ആരുമറിയാത്ത ഇടത്ത് ശേഖരിക്കപ്പെട്ട ദൈവികമായ അനുഗ്രഹങ്ങളുടെ പാനപാത്രങ്ങൾ എടുപ്പിച്ച് ഇവിടെ വെക്കും, അരുളി ചെയ്ത ഞാൻ യഹോവയാകുന്നു. അതിനു മുമ്പ് അവൻ എഴുതി, തൻ്റെ വിരലുകൾ കൊണ്ട് ഭിത്തിയിൽ എഴുതി, ഇന്ന് രാത്രി നീ കൊല്ലപ്പെട്ടിരിക്കും. ദൈവം നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടു, നീ കൊല്ലപ്പെട്ടിരിക്കും. എഴുതിയത് ദൈവമെങ്കിൽ ആർക്കും ആ എഴുത്തിനെ മായ്ക്കാൻ സാധിക്കില്ല. അവൻ്റെ അനുഗ്രഹങ്ങളും ഇതുപോലെ എഴുതി വച്ചിരിക്കുന്നത്. അവൻ എനിക്കും നിനക്കും അനുഗ്രഹത്തിൻ്റെ രജതരേഖകൾ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലൊരു ശത്രുവിനും നിന്റെ അനുഗ്രഹത്തെ മായ്ക്കാൻ സാധിക്കില്ല. അവൻ ന്യായവിധി കുറിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദയാവായ്പിനല്ലാതെ മറ്റൊന്നിനും അത് പിൻവലിക്കാൻ കഴിയുകയില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്ന യേശു ദയയുടെ കരുണയുടെ മൂർത്തിഭാവമായതുകൊണ്ട് ലോക വെടിവെച്ചിരിക്കുന്ന ന്യായവിധികളെ അപ്രസക്തമാക്കി മാറ്റി എനിക്ക് കൃപയുടെ, ആരാധനയുടെ, ദൈവകൃപയുടെ ആഴങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഈ സുവിശേഷമാണ്. സ്തോത്രം. നീട്ടുന്നില്ല. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് അവന് പകരം രാജാവായി. മനസ്സിലായോ? അപ്പം നമ്മളിന്ന് നിർത്തുക. 1 മിനിറ്റ് കൂടി. അന്ന് തകർന്ന ബാബിലോൺ എങ്ങനെ കിടക്കും എന്ന് വരെ ബൈബിൾ പ്രവചിച്ചു. ആ കിടപ്പ് ഞാനിന്ന് രാത്രി പ്രസംഗിക്കും വരെ ഒരു മാറ്റവുമില്ലാതെ കിടക്കുക. ആർക്കും പണിയാനാവാതെ കാട് പിടിച്ച് കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന
ഇറാഖിലെ ഈ ഭൂപ്രദേശം സഞ്ചാരികൾ ഇന്നും വിസിറ്റ് ചെയ്ത് അത്ഭുതം കൂറാറുണ്ട്. കാരണം പുരാതന ലോകത്തിലെ മനുഷ്യൻ്റെ കൈപ്പണിയായ ഈ നിർമ്മാണം എത്ര പ്രശംസാവഹമായിരുന്നു. പക്ഷെ ദൈവം തകർക്കണമെന്ന് തോന്നിയപ്പോൾ ആർക്കും പുനർനിർമ്മിക്കാനാവാതെ അത് മൺകൂനകൾക്കകത്തും കുറ്റിക്കാടിനകത്തും പട്ടുപോയെങ്കിൽ മനുഷ്യൻ പടുത്തുയർത്തിയതൊക്കെ ഇങ്ങനെ നാമാവശേഷമാകുമെങ്കിൽ ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ നഗരം കണ്ടിറങ്ങിയവൻ്റെ മാർഗം ഇന്ന് പ്രപഞ്ചത്തിൻ്റെ 5 വൻകരകളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മഹാദൈവം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ഒരു സംശയം നമ്മുടെ മുമ്പിൽ ഉണ്ട്, അതൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പിരിയാം. അപ്പോൾ ബാബിലോൺ അവിടെ തകർന്ന് കിടക്കുകയാണ്. ഇനി അതിനെ ആരും കാണുകയില്ല, ഒക്കെ ബാക്കി കൊടുത്ത് നാളെ തരാം. ഇപ്പോൾ ഒരു സംശയം, നമ്മൾ വെളിപ്പാടിൽ എന്താ വായിച്ചത്? തിരികല്ലോളം വലുതായ കല്ലെടുത്ത് കടലിൽ എറിഞ്ഞ് കളയും പോലെ ബാബിലോണിനെ നശിപ്പിക്കും. അപ്പോൾ ഈ നശിച്ചു പോയതെന്താ? പഴയ നിയമത്തിലെ നശിച്ചു. ഇത് പുതിയ നിയമത്തിൽ വീണ്ടും പറയുക, ഇത് നശിപ്പിക്കും എന്ന് പറയണമെങ്കിൽ ഇന്ന് ബാബിലോൺ ഉണ്ടോ? ആ നഗരം ഇന്നില്ല. ബാബിലോൺ പൊളിഞ്ഞു, പിന്നാലെ വന്ന പേർഷ്യ പൊളിഞ്ഞു, അതിനുശേഷം ഗ്രീസ് പൊളിഞ്ഞു, റോമും എല്ലാം തകർന്നു, ബ്രിട്ടൻ വരെ തകർന്നു പോയി. അപ്പോൾ എന്താകും ഇതിൻ്റെ അർത്ഥം? അത് ഗ്രഹിക്കണ്ടേ? അതിനൊറ്റ വഴിയേ ഉള്ളൂ, നാളെ പകൽ വരണം.